സ്വാമിജി, അങ്ങയുടെ സന്യാസ ദീക്ഷയെക്കുറിച്ച് അറിയാൻ താല്പര്യം. ദീക്ഷ അത് 3 വിധം. അതായത് ദർശന ദീക്ഷ, സ്പർശന ദീക്ഷ, ക്രിയാദീക്ഷ. ഇങ്ങനെ 3 വിധമാണുള്ളത്. ദർശന ദീക്ഷ അല്ലെങ്കിൽ മാനസിക ദീക്ഷ, മനസ്സുകൊണ്ട് സങ്കല്പിക്കുക. അതിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ദർശനത്തിൽ കൂടെ അവൻ അനുഗ്രഹിക്കുന്നു. അത് അവൻ അറിയുന്നില്ല. അവൻ നല്ലതാ, അവൻ ഉയർന്നു വരുന്നവനാണ്, അവന് അർഹനാണ് എന്ന് മനസ്സുകൊണ്ട് സങ്കല്പിക്കും. മാനസ ദീക്ഷ എന്നുകൊണ്ട് അതിന് പേരുണ്ട്. ഒന്ന് മാനസ ദീക്ഷ അല്ലെങ്കിൽ ദർശന ദീക്ഷ. അങ്ങനെ അത് തീർന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത് സ്പർശന ദീക്ഷ. ശിഷ്യനെ അടുത്ത് വിളിച്ചിരുത്തി ഇടത് ചെവിയിൽ കൂടി മന്ത്രം കൊടുക്കുന്നതാണ് സ്പർശന ദീക്ഷ. ശരീരം തൊട്ടല്ലോ, തൊട്ട് അത് വലത്ത് ചെവി അടച്ചു പിടിച്ച് ഇടത് ചെവിയിൽ കൂടാണ് മന്ത്രദീക്ഷ കൊടുക്കുന്നത്. അത് ഗുരു എങ്ങനെയാണോ അവന് വരേണ്ടുന്നത് ആ രീതിയിലായിരിക്കും ഈ മന്ത്രം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അതിന് സ്പർശന ദീക്ഷ. പിന്നെ ക്രിയാദീക്ഷ, അത് കാവ്യ കൊടുക്കുന്ന രംഗമാണ് ക്രിയാദീക്ഷ. പിതൃപിണ്ഡ ക്രിയ, ആത്മപിണ്ഡ ക്രിയ, പിന്നെ പറയാ പിതൃപിണ്ഡ ക്രിയ, ആത്മപിണ്ഡ ക്രിയ, പിന്നെ അത് ക്രിയാവകാരി വിരജാഹോമം. വിരജാഹോമം ഞാൻ 3 ഉള്ളത്. വിരജാഹോമം, പിതൃപിണ്ഡ ക്രിയ, ആത്മപിണ്ഡ ക്രിയ. അത് ചെയ്തിട്ട് ഹോമകുണ്ഡം അടുത്തിരിപ്പുണ്ട്. ആ ഹോമകുണ്ഡത്തിൻ്റെ മുകളിലാണ് കാവ്യ പിടിച്ച് അങ്ങോട്ട് കൊടുക്കുന്നത്. അഗ്നിയുടെ രൂപമാണ് കാവ്യ. ഇന്നിപ്പോഴേ ഈ ചില പാരമ്പര്യക്കാര് ദഹിപ്പിക്കുകയാണ്, സമാധി ഇരുത്താറില്ല. അതെന്ന് പറയുമ്പോഴേ പിന്നെ അവര് പറഞ്ഞ അത് രാമകൃഷ്ണ മിഷനെ എല്ലാം ദഹിപ്പിക്കുകയാണ്. അവർ ഇറച്ചിയും മീനുമൊക്കെ തിന്നുകയും ചെയ്യും. കുറേ ആൾക്കാർ പരമഹംസര് കാളി ക്ഷേത്രത്തിൽ പൂജ നടത്തുന്നത് മീനായിരുന്നു, വലിയ മീനാ. കൽക്കട്ടയിൽ അങ്ങനെയായിരുന്നു. സ്വാമി വിവേകാനന്ദന് മാനിൻ്റെ ഇറച്ചിയൊക്കെ തിന്നിട്ടുണ്ട്. ആ രീതിയിലായിരുന്നു അവർ പോകുന്നത്. എന്ന് വിചാരിച്ചിട്ട് ഈ സാത്വിക ആഹാരത്തിന് അതിൻ്റെതായിട്ടുള്ള ഗുണമുണ്ട്. ഇപ്പം ജന്തുക്കൾ, ഇപ്പം പുലിയ, കടുവ, സിംഹം ഇതൊക്കെ എന്ന് പറയുമ്പോൾ അവർ മറ്റു ജീവികളെ പിടിച്ചങ്ങ് മാംസം തിന്നുക, പിടിച്ച് തിന്നുക. മുയൽ എന്തോ തിന്നുന്ന, പുല്ല തിന്നുക. അതിൻ്റെ സ്വഭാവം എന്താണ്? അപ്പം സ്വഭാവത്തിന് വ്യത്യാസമുണ്ട്. ഇപ്പം മാംസം നമ്മുടെ അർത്ഥം അങ്ങോട്ട് ഇങ്ങനെ ഈ രക്തം കൂടുതൽ പുറത്തു പോകാതിരിക്കുന്നതിന് വേണ്ടി കാരം കലക്കി കുടിപ്പിക്കും, മൃഗത്തിനെ കൊണ്ട് കുടിപ്പിക്കും, കോരിക്കൊടുക്കും. അപ്പം ഈ കഴുത്ത് അറക്കുന്ന അവസരത്തിൽ ഈ രക്തം പുറത്തോട്ട് പോകത്തില്ല, ഇതിൽ തന്നെ നിൽക്കും. അപ്പം വെയിറ്റ് കൂടും, ഇറച്ചി കൂടുതൽ കിട്ടും. ഇതിനെയാണ് നമ്മൾ എരിവൊക്കെ ചേർത്ത് അങ്ങോട്ട് തിന്നുന്നത്. ഇന്നിപ്പോൾ ഒരു കല്യാണം നടക്കുന്ന വീട്ടിൽ ചിക്കൻ ബിരിയാണി, മട്ടനില്ല, ചിലർക്കേ ഉള്ളത്, അതൊക്കെ ഉള്ളത്. ചിക്കൻ ബിരിയാണി വേവിക്കാത്തവർ ഒറ്റ ഹിന്ദുക്കളില്ല. സകല ഹിന്ദുക്കളും കല്യാണം നടക്കുന്ന ഇപ്പോഴൊരു പുതിയ പരിപാടികളെ കണ്ടുവച്ചിട്ടുണ്ട്. മദ്യം കൂടെ അതിൻ്റെ കൂടെ, ചേമ്പ്, കാച്ചില്, പിന്നെ അങ്ങനെയുള്ള പുഴുക്ക് സാധനങ്ങൾ, ചേന, ഇതെല്ലാം പുഴുങ്ങി അത് പാത്രത്തിൽ വെക്കുക. ഇഷ്ടമുള്ളവർക്കൊക്കെ എടുത്ത് തിന്നാം. അതുതന്നെ കുപ്പി ഇരിപ്പുണ്ട്, അതിന് ഇഷ്ടമുള്ളതൊക്കെ എടുത്ത് കുടിക്കുകയും ചെയ്യാം. അങ്ങനെയും ഉണ്ട്. ഇത് മാത്രമല്ല, ഇപ്പം നൃത്തം കൂടെ ഉണ്ട്. അവിടെ വലിയ നൃത്തം, നാടോടി നൃത്തം, ഭരതനാട്യം എന്ന് വേണ്ട എന്തൊക്കെ അവിടെ കാട്ടിക്കൂട്ടുന്നുള്ളത് ഭയങ്കര. എന്ത് ചെയ്യാൻ? കാലങ്ങൾ പോകുന്ന പോക്ക്. കലിയുഗത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഇതൊക്കെ നടക്കുന്നത്. സന്യാസിമാർ ഗ്രാമസേവകരാകുന്നു,
വ്യക്തമാക്കിയിട്ടുണ്ട്. ശരിയാ, അവർ ഗ്രാമക്കാരെ പോലെ ആണ് ജീവിതം. അപ്പോൾ സന്യാസ ദീക്ഷ മനസ്സിലായല്ലോ. സ്പർശന അല്ല, ദർശന ദീക്ഷ, സ്പർശന ദീക്ഷ, ക്രിയാദീക്ഷ. എന്തോ അപ്പൊ അങ്ങേക്കൊരു ജ്ഞാനഗുരു ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ ഗുരുവിൽ നിന്നും ദീക്ഷ വാങ്ങിച്ചതുകൂടി അറിയാൻ താല്പര്യമുണ്ട്. എന്താണ് സന്യാസ ദീക്ഷ വാങ്ങിച്ചല്ലോ എന്ന്? എനിക്ക് കിട്ടി. എനിക്ക് തന്നതെന്ന് പറയുന്നത് അദ്ദേഹം ഈ അദ്ദേഹത്തിന് എനിക്ക് ആ വസ്തു 37 സെന്റ് സ്ഥലം അത് എനിക്ക് എഴുതി തരാമെന്ന് പറയാനുള്ള കാരണം ഞാൻ ചോദിച്ചു. അപ്പോൾ എന്നോട് പറയുന്നത്, അപ്പോൾ എന്നെ സാറേ എന്നായിരുന്നു വിളിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുമ്പോൾ എഴുന്നേറ്റ് എന്നെ തൊഴും, അതേ ഇരിക്കുന്ന കസേര എനിക്ക് തരും. അന്ന് ഡ്രാമ ചെയറാ, ഇല്ല മുടക്ക് കസേര ഉണ്ടല്ലോ തടിയുടെ, അതാ അത് എനിക്ക് തന്നിട്ട് അതേ കൊച്ചു തിണ്ണയുണ്ട്, അതിലിരിക്കും. ഞാൻ അതിൽ കയറി ഇരിക്കുകയും ചെയ്യും, കസേരയിൽ ഇരിക്കും ഞാൻ. അങ്ങനെയായിരുന്നു. അപ്പോൾ ഒരു ദിവസം എന്നോട് സഹപ്രവർത്തന ശിവശങ്കരപ്പിള്ള അവൻ്റെ പേര്, അവൻ പറഞ്ഞു, സ്വാമിക്ക് ഇന്ന് ദീക്ഷ തരാൻ തീരുമാനിച്ചിട്ടുണ്ട് സ്വാമി. എൻ്റെ കയ്യിൽ 10 പൈസ ഇല്ല. ദക്ഷിണ കൊടുക്കാൻ, ഗുരുദക്ഷിണ കൊടുക്കണ്ടായ ഇല്ല. ഇപ്പൊ ഗുരുദക്ഷിണ കൊടുക്കാനില്ല. ഇപ്പൊ കടം വാങ്ങിച്ച് എന്തോ കൊടുക്കുന്നത്. എന്നോട് പറഞ്ഞ് ഇന്ന് മന്ത്രദീക്ഷ തരാൻ തീരുമാനിച്ചു. അപ്പൊ പിന്നെ എന്താ ദക്ഷിണ കൊടുക്കാൻ എന്താ എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് മറുപടി കിട്ടി. അതായത് സീതാദേവിക്ക് ഉണ്ടായ ഒരു അനുഭവം. സീതാദേവിക്ക് ഉണ്ടായ അനുഭവം എന്ന് പറയുന്നത്, ഭക്തനായിരിക്കുന്ന ഹനുമാന് വിഭവസമൃദ്ധമായ സദ്യ കൊടുക്കണം എന്ന് തീരുമാനിച്ച് വലിയ സദ്യ അങ്ങ് ഒരുക്കി. എത്ര കൊടുത്തിട്ടും തൃപ്തിയായില്ല. കൊണ്ടുപോകാന്ന് പറഞ്ഞ് എന്തെല്ലാം കൊടുത്തിട്ടും നിറയുന്നില്ല ഹനുമാന്. അവസാനം ഭഗവാനെ ധ്യാനിച്ചു. അപ്പോഴൊരു അശരീ കേട്ടു. തുളസി, ഒരു ഗ്ലാസ് പാലിനകത്ത് തുളസി ഇട്ട് വേവിച്ച് കൊടുക്കാൻ പറഞ്ഞു. പാല് വേവിച്ച് കൊടുക്കാൻ, ഒരു ഗ്ലാസ് പാലിനകത്ത് തുളസി ഇട്ട് വേവിച്ച് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കൊടുത്തു. തൃപ്തനായി. പിന്നെ ഒന്നും വേണമെന്ന് പറഞ്ഞില്ല. മതിയെന്നത് സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ അഹംഭാവത്തോടു കൂടി ആയിക്കഴിഞ്ഞാൽ ഒന്നും ആർക്കും വിജയിക്കാനൊക്കത്തില്ല. അവിടെ സീതയുടെ ആ അഹംഭാവത്തോട് ഇഷ്ടം പോലെ കൊടുക്കണമെന്ന് ആഗ്രഹം വന്ന അഹംഭാവം അത് ഇല്ലാതാക്കിയതാ ഹനുമാൻ. അങ്ങനെയുണ്ട്. അപ്പോൾ അവിടെ മനസ്സിന് പെട്ടെന്ന് മാറ്റമുണ്ടായി. അപ്പം ചിന്തിച്ചപ്പോഴാണ് അശരീരി കേൾക്കുന്നത്. അതാണ് ഇപ്പൊ ഈ ലോകത്തിൽ സംഗീതം നന്നായിട്ട് പാടുന്ന ആരാന്നറിയാവോ? സംഗീതം പഠിച്ചിട്ടുള്ളത് വലിയ സംഗീതജ്ഞനാണ് നാരദ മഹർഷിയാ. നാരായണ. അദ്ദേഹത്തിന് ആരോടും വിരോധമില്ലല്ലോ. രാവണന്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിനെ സ്വീകരിച്ചിരുന്നു. ഏത് അസുരന്മാരുടെ കൊട്ടാരത്തിൽ ചെന്നാലും അദ്ദേഹത്തിന് സ്വാഗതമാണ്. അങ്ങനെയുണ്ട്, ഒരു കുഴപ്പമില്ല. മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവിടെ അത് തന്നെ. ഇപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ ചെല്ലുമ്പോൾ അങ്ങനെ തന്നെ. ശ്രീകൃഷ്ണൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ എവിടെ ചെല്ലും അവിടെ എല്ലാം സ്വാഗതമാണ്. അപ്പോൾ സംഗീതത്തിൽ അദ്ദേഹം വലിയ ആളാണ്. അപ്പോഴേ ഈ അപ്സര സ്ത്രീകൾ ഇങ്ങനെ ഒരു കൂട്ടമായിട്ട് അവർ നിൽക്കുക. അവർ സംഗീത ദേവതകളാണ്. സംഗീത ദേവതകൾ അങ്ങനെ നിൽക്കുമ്പോഴേ നാരദൻ അതുവഴി പോയി. വലിയ സൗന്ദര്യമുള്ള സ്ത്രീകളാണ്. അപ്പോഴേ കൊള്ളാം. തിരിച്ച് അദ്ദേഹം വീണ്ടും വന്നപ്പോഴേ ഈ സ്ത്രീയുടെ ഈ സംഗീത ദേവതകളെല്ലാം എല്ലും തോലുമായി. ഞാൻ ഇതിനു മുമ്പ് വന്നപ്പോൾ നിങ്ങളെല്ലാവരും വലിയ സൗന്ദര്യവതികളായിരുന്നു.
ഇപ്പൊ ഇത് ഇങ്ങനെ ആകാൻ കാരണം എന്താ? ഓ, നാരദനെന്ന് പറഞ്ഞ ഒരുത്തൻ അവശൃതിയിൽ പാട്ടുപാടി നടന്നാണ് ഞങ്ങൾ ഇങ്ങനെ ജയിച്ചു പോയത്. അവർക്കറിയാം ഇയാൾ ആ നാരദൻ എന്നുള്ള അവർക്കറിയാവോ? അറിയത്തില്ല. അപ്പോഴാണോ മൊത്തം തെറ്റാ പറയുന്നാ പറഞ്ഞത്. അപ്പോൾ ചെന്ന് ദേവി എടുത്ത് പറഞ്ഞ് ആരാ മാനസപുത്രൻ്റെ ബ്രഹ്മാവിൻ്റെ മാനസപുത്രനാവുന്നല്ലായിരുന്നു നാരദരെ. സരസ്വതി ദേവി എന്തുവായാലും അനുഗ്രഹിച്ച് നാവിൽ എഴുതി കൊടുത്തു. സംഗീതത്തിൻ്റെ കൂടിയ ആളായി. അപ്പൊ ഇനി എന്നേക്കാൾ കൂടിയ ഒരാളിനി ഇല്ല എന്നൊരു ധാരണയിൽ നടക്കാണ് ആള്. അപ്പോഴാലോചിച്ചു. അപ്പോൾ കദളി വനത്തിൽ ചെന്നപ്പോഴേ ഹനുമാനെ കണ്ടു. അപ്പൊ പാറയുടെ പുറത്താണ് ഹനുമാൻ ഇരുന്നത്. ഇതേ അവിടെ ചെന്നിരുന്ന് പാട്ടുപാടി, നാരദന് പാടി. അപ്പൊ വീണ താത്തു വെച്ചിട്ടാ പാടിയത്. അപ്പം അത് കഴിഞ്ഞപ്പം ഹനുമാൻ പാടിക്കഴിഞ്ഞപ്പം വെള്ളം പാറയായി, പാറ വെള്ളമായി. വീണെല്ലാം കുറച്ച് പോയി, വീണ്ടും പാറയായി. സംഗീതം തീർന്നപ്പം പാറ വീണ്ടും പാറയായി, വെള്ളം പാറയായി, പാറ വെള്ളമായി. പിന്നെ വെള്ളം പോയിട്ട് പാറയായി. വീണ എടുക്കാനൊത്തില്ല, അതിനകത്തായി. അപ്പം ഹനുമാൻ പറഞ്ഞ് പാട്ടുപാടി അങ്ങ് എടുക്കാൻ പറഞ്ഞു. നാരദൻ പാടിയാലങ്ങോട്ട് പാറ വെള്ളമാകുമോ? അപ്പൊ പിന്നെ അദ്ദേഹം പിന്നെ പാടി, ഹനുമാൻ വീണ്ടും പാടി, വെള്ളമായി പെട്ടെന്ന് വീണ എടുത്തു. അപ്പം നാരദന്റെ അഹങ്കാരം അവിടെ കുറഞ്ഞു കേട്ടോ. അപ്പൊ അത് അങ്ങനെ വരുന്നുണ്ട്. ഇനി പ്രവൃത്തി മാർഗവും നിവർത്തി മാർഗവും ഉണ്ട്. ഇത് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഈ പദം കേട്ടിട്ടുണ്ടോ? ഇതിൽ ഈ പ്രവൃത്തി മാർഗവും നിവർത്തി മാർഗവും എന്നാൽ എന്താ പറഞ്ഞോട്ടെ, ഞാൻ തന്നെ പറയാം. അപ്പോഴേ ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് ഞാൻ തന്നെ പറയാം. പ്രവൃത്തി മാർഗത്തില് ഇന്നത്തെ ഋഷിമാരെല്ലാം പ്രവൃത്തി മാർഗത്തിലാണ്. എല്ലാവർക്കും ഭാര്യമാരാ. നിവർത്തി മാർഗത്തിൽ ആരുണ്ട്? അവിടാണ് പ്രശ്നം. ഇത് വലിയ വിവാദം ഉണ്ടാക്കിയിട്ടത് സത്രത്തില്, ഭാഗവത സത്രത്തിൽ വലിയ പ്രശ്നമാണ്. അപ്പൊ ഇവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നൊരു ശിവതീർത്ഥനുണ്ടായിരുന്നേ. അദ്ദേഹത്തിന് ഞാൻ തുടങ്ങാൻ നേരത്തെ ഞാൻ പറഞ്ഞ് നിവൃത്തി മാർഗത്തില്. അപ്പൊ അത് ഈ സത്രത്തിൽ അവതരിപ്പിച്ച് പിന്നീടാണ് അത് അവതരിപ്പിക്കുന്നത്. എന്നെ ഇത് കേട്ടു. അവർ നിവൃത്തി മാർഗത്തില് 4 പേരുണ്ട്, 5 അതിൽ 5 നമുക്ക് ഒരാളിനെ അത്രയും ആകാനൊക്കത്തില്ല. അതിനകത്ത് സനകാദികളാണ്. അവർക്ക് വിവിധ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ, അവർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. അവർക്ക് ഭാര്യ മക്കളോ വല്ലതും ഉണ്ട്. 4-5 വയസ്സ് പ്രായമുള്ള പിള്ളേര് അത്ര കവിനും പോലില്ല നടക്കുന്ന പിള്ളേർക്ക് അവർക്ക് എന്തുവാ അവിടെ പ്രവൃത്തി മാർഗം? അവർക്കൊന്നും ഇല്ല പ്രവർത്തിക്കാൻ. അപ്പൊ പ്രവൃത്തി മാർഗം എന്ന് പറയുമ്പോൾ ഗൃഹസ്ഥ ധർമ്മത്തോടു കൂടിയുള്ള ഒരു ജീവിതക്രമത്തിലെയാണ് പ്രവൃത്തി മാർഗമെന്നും ഇപ്പുറത്തെ നിവൃത്തി മാർഗമെന്നും പറയുന്നത് എന്ന് അവിടെ വെക്കുക. പിന്നെ നാരദനെ ഈ ഭഗവാനോട് പറഞ്ഞ് മായയെ പറ്റി എനിക്ക് കാണണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മായയായി, പെണ്ണായി, ഒരു സ്ത്രീയെ കല്യാണം കഴിഞ്ഞ് ജീവിച്ച കഥകൾ ഒത്തിരി പറയുന്നത്. ഒരുപാട് മക്കളും ഉണ്ടായി. അതിന് വെള്ളപ്പൊക്കം വന്ന് പിള്ളേരെല്ലാം പോയി. നാരദൻ ഭഗവാന്റെ അടുത്ത് പറഞ്ഞ, ഭഗവാനെ എനിക്ക് ഈ മായയെ ഒന്ന് പഠിക്കണം, മായ എന്ന് പറഞ്ഞാൽ എന്താന്ന് ഭഗവാൻ പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. പറഞ്ഞു തരാം, അതിന് കുഴപ്പമൊന്നുമില്ല, പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ മായയെ പറ്റി പഠിക്കാനായിട്ടിരുന്നു. അപ്പോഴാണ് നാരദ എനിക്ക് ഇച്ചിരി വെള്ളം കുടിക്കണമെന്ന്. അപ്പം വെള്ളത്തിന് പോയ ആളാ. വെള്ളത്തിന് ചെന്ന് കഴിഞ്ഞപ്പോഴേ ഓഹോ ഒരു വെളിനെ കണ്ടു. എനിക്ക് അവിടെ കല്യാണം കഴിച്ചാണ്. അവിടെ അച്ഛനോട് പറഞ്ഞു കല്യാണം കഴിപ്പിച്ചാൽ ഇവിടെ താമസിക്കണം. താമസിച്ചു, കുഴപ്പമൊന്നുമില്ല, റെഡിയാന്ന് പറഞ്ഞു. അവിടെ താമസിച്ചു. ഒരുപാട് സന്താനങ്ങളും ജനിച്ചു. അവസാനം വലിയ വെള്ളപ്പൊക്കം വന്നപ്പം പിള്ളേരെ എല്ലാം പറക്കി വലിയ കുന്നിൻ്റെ മുകളിലോട്ട് കയറി. അവിടെ അച്ഛനും അമ്മയും പോയി. അത് കഴിഞ്ഞിട്ട്
ഇവിടും കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവിടും പോകുന്നത്. അവിടെ കയ്യിരുന്നത് പോയി, നാരൻ പിടിച്ചുകൊണ്ടത് അതും പോയി, എല്ലാം പോയി, മൊത്തം തീർന്നു. അപ്പോഴാ ഒരു പദം കേൾക്കുന്നു, നാരദ വെള്ളം എന്തി. വെള്ളത്തിന് പോയ ഭഗവാന് വെള്ളം കൊടുക്കാൻ കൊണ്ട് പോയ ആളാ. എല്ലാം പോയി. അപ്പോഴാ മായയുടെ വലിപ്പം അറിയുന്നത്. അതാണ് മായയുടെ സ്വഭാവം. ഇനി എന്താ ചോദിച്ചാട്ടെ? സന്യാസം ക്രമങ്ങൾ സന്യാസം ക്രമങ്ങൾ എത്ര ഉണ്ടോ? അന്നോ സന്യാസം എത്ര വിധം? സന്യാസ ക്രമങ്ങളെ കുറിച്ച് അത് പറയാ. സന്യാസം 6 വിധമുണ്ട്. 6 വിധം സന്യാസിമാരാ ഉള്ളത്. ഒന്ന് ബഹൂതകൻ, തുര്യൻ, കുടീചികൻ, ഹംസം, പരമംസൻ, അവധൂതൻ. ഞാൻ നേരത്തെ പറഞ്ഞ അവധൂത ലക്ഷണം ആരാ? ചട്ടിസ്വാമി, ചാക്കിസ്വാമി. ഞാൻ വടക്കേ ഇന്ത്യയിൽ 3 മാസം സഞ്ചരിക്കണമെന്ന് പറഞ്ഞ് ഇവിടെ യാത്ര പോയി. അന്ന് എൻ്റെ ആഹാരം എന്ന് പറയുന്നത് വെള്ളം കുടിക്കുക, പിന്നെ കശുവണ്ടി പരിപ്പ് തിന്നുക. ഒരാൾ ഒരു 5 കിലോ അണ്ടിപ്പരിപ്പ്, ഫസ്റ്റ് ക്വാളിറ്റി എക്സ്പോർട്ടി സാധനമാണ്, അത് കൊണ്ടു തന്ന് 5 കിലോ അതുണ്ട് കയ്യിൽ. എന്നോടൊപ്പം വരുന്നത് ഒരു മിലിറ്ററി ഓഫീസറാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ പോയിരിക്കുന്നത്. അദ്ദേഹത്തിന് ഭാഷ അറിയാമല്ലോ, ഹിന്ദി നന്നായിട്ട് അറിയാമല്ലോ, എനിക്ക് പോലും അറിയാമോ. ഇങ്ങോട്ട് പറയുന്നത് ചിലതൊക്കെ അറിയാം, ബെഡാന്നും കുരിശിയെന്നും പറഞ്ഞ അതൊക്കെ അറിയാം. കുത്ത, പട്ടിയ, അതൊക്കെ അറിയാമെന്നുള്ളൊരു കവിഞ്ഞ് മറ്റൊന്നും നമുക്കറിയത്തില്ല. അച്ഛാ വിടാ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതൊരു ചായേ. ഒരു ഹിന്ദിക്കാരൻ ചോദിച്ചു, അവൻ ചോദിക്കുക, ഇതൊരു ചായ എന്ന് പറഞ്ഞു. അവൻ എന്നെ വിടുവോ? എനിക്ക് ഹിന്ദി അറിയാമോ? കായം കൊടുത്ത ഇതിലെ പോയാൽ മതി വന്നല്ലോ, ഇതൊരു ചായ എന്ന് ഞാൻ പറഞ്ഞു. ഈ 6 അവസ്ഥകളും അത് പറയാം. അപ്പോഴേ അങ്ങനെ ഈ പിന്നെ ബഹൂദൻ എന്ന് പറഞ്ഞാൽ അല്പം കശുവണ്ടിയുടെ കാര്യം പറഞ്ഞു തീർന്നില്ല. തീർന്നില്ല. ചോദിക്കണം. അപ്പോഴേ കശുവണ്ടിയുടെ കാര്യമില്ല, അത് കിട്ടി, അത് കൊണ്ടുപോയാലേ ഞങ്ങൾ യാത്രയാകുന്നല്ലോ. പക്ഷെ കുറേ സ്ഥലം ചെന്നപ്പോൾ എൻ്റെ കൂടെ വന്ന ആളിന് അങ്ങനെ ആഹാരമൊക്കെ കഴിക്കും. അതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്ന ആഹാരമുണ്ട്, കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന ആഹാരമുണ്ട്. അപ്പോഴേ അത് പറയാൻ വന്നത് കശുവണ്ടിയുടെ കാര്യം. അത് തീർന്നുപോയി, കശുവണ്ടി തീർന്നുപോയി. ഞാൻ കഴിക്കുമ്പോഴേ അടുത്തിരിക്കുന്നവരോട് കൊടുക്കും. ഇപ്പൊ ഡൽഹി ചെന്നിട്ടാണ് യാത്ര പോകുന്നത്. അപ്പോൾ 3 ദിവസം കൊണ്ട് അവിടെ ചെല്ലുന്നത്, ഡൽഹി ചെല്ലുന്നത്, കേരള എക്സ്പ്രസ്സിലാണ് പോയത്. അവിടെ ചെന്ന് അപ്പോൾ അടുത്തിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പാപ്പത്ത് പരിപ്പെടുത്ത് കൊടുക്കും. ഞാനും അത്രയും തിന്നും. പിന്നെ പഴവർഗ്ഗങ്ങൾ, നല്ല ഓറഞ്ച് കിട്ടും. നമ്മുടെ കർണാടകത്തിലെ ഓറഞ്ച് ആണ് ഏറ്റവും കൂടിയ ഓറഞ്ച്. വടക്കേ ഇന്ത്യയിൽ നമ്മളങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ കർണാടകത്തിലെ ഓറഞ്ചാണ് ഏറ്റവും നല്ലത്. പിന്നെ ആപ്പിള് മൈസൂർ ആപ്പിളാണ് ഏറ്റവും, കാശ്മീരി ആപ്പിൾ, അത് ചെറിയ ആപ്പിളാണ്, അത് നല്ലതാണ് തിന്നാൻ. അപ്പം ഇത് മാത്രം കഴിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് ഇതിൻ്റെ പരിപ്പ് തീർന്ന്. അപ്പോൾ യാത്ര ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ദിവസത്തിൽ ഞാൻ പറഞ്ഞു, സ്വാമി ഇതെല്ലാം തീർന്നു പോയത്, വാങ്ങിക്കണമല്ലോ. നമുക്കിപ്പം ഋഷികേശത്ത് അല്ല ഹരിദ്വാറിൽ ഇത് പരിപ്പ് കിട്ടും, ഋഷികേശത്തും കിട്ടും കടയിൽ. ഞാൻ പറഞ്ഞു എല്ലാം തീർന്നു. ഈ പഴം അത് ഞാൻ അത്ര ചെവി കൊടുത്തില്ല. അപ്പം പിന്നെ കശുവണ്ടിയില്ലല്ലോ, തീർന്നു പോയില്ലേ. പിന്നെ ഇല്ലേ വളഞ്ഞിരിക്കുന്ന പഴയ നമ്മുടെ ഇവിടെ പച്ചപ്പഴം എന്ന് പറഞ്ഞ മൊറീസ്, അത് കിട്ടുക ഇത്രയേ ഉള്ളൂ. ഒരു ഡസന് 50 രൂപ കൊടുക്കണം. ഈ ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പാളയംകോട് ഒരു പഴത്തിന് അത്രയേ ഉള്ളൂ. ഈ ഒരു ഡസൻ പഴത്തിന് 12 പഴം 50 രൂപയാ. ഒരു പ്രാവശ്യം ഒന്നും തിന്നാനില്ല. പിന്നെ തിരിക്കത്തില്ല, വെള്ളം മാത്രമേ കുടിച്ച് നടക്കുക. ആരോഗ്യമുണ്ടോ? ഇല്ല, ഒരു വർഷത്തെ മൗനം കഴിഞ്ഞുള്ള യാത്രയാ. ആരോഗ്യമില്ലല്ലോ. പലരും പറഞ്ഞു ഇയാളെയും കൊണ്ട് എങ്ങനെ സ്വാമി സഞ്ചരിക്കും എന്നൊക്കെ ചോദിച്ചു. എങ്ങനെ വഴിക്ക് വീണു പോയി. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എൻ്റെ ആത്മബലമില്ലേ, യോഗബലം ഉണ്ടല്ലോ നമുക്ക്. ആ യോഗബലം നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ. യോഗത്തിലിരിക്കുന്നവർക്ക് അവർക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല.
ഇപ്പം എനിക്കറിയാം നിന്നൊക്കെ ഇത്ര സമയം കഴിയുമ്പോൾ നമുക്ക് ഈ ഭൗതിക ശരീരം ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് വിടാം. പക്ഷെ അത് പോരാല്ലോ, കുറച്ച് കാര്യമൊക്കെ ചെയ്ത് പറഞ്ഞു കൊടുത്ത് നമ്മളിരിക്കുന്ന കാര്യങ്ങൾ കുറച്ച് ആൾക്കാർ പഠിക്കട്ടെ, പഠിച്ചതിന് ശേഷം പോകാം. അല്ലെങ്കിൽ ഇത്ര താഴോട്ട് ഇറങ്ങേണ്ട കാര്യമില്ല. ഇരുത്തേൽ അങ്ങ് പോയിരുന്നെങ്കിൽ ഇവിടെ വലിയ കെട്ടിടങ്ങളും അതും ഇതും ഒരുപാട് ഭക്തജനങ്ങളും ഒക്കെ കൂടി. പക്ഷെ വല്ലതും അറിയാവോ? വേഷഭൂഷണാദികൾ മാത്രമേ ഉള്ള ബഹൂതകൻ അതാണ്. അവൻ എന്തെങ്കിലും ഇച്ചിരി കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ട് പണ്ഡിതനാകും പറഞ്ഞ് നടക്കും. പിന്നെ തുര്യൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ഗ്രഹിക്കും. ഇങ്ങനെ വീടുകൾ തോറും കയറി ഇറങ്ങി അയാളും ജീവിക്കും. കുടീചികൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശ്രമം കെട്ടി താമസിക്കുക, കുടില് കെട്ടി താമസിക്കുക, എന്നുവെച്ചാൽ ആശ്രമം സ്ഥാപിച്ച് താമസിക്കുക. അതിലിപ്പോൾ സദാനന്ദപുരത്ത് സദാനന്ദ സ്വാമികളുടെ അവധൂതനായിരുന്നു, കവിനധരിയായിരുന്നു. പക്ഷേ അതേ ആശ്രമം ഉണ്ടാക്കി, അതേ ഒരുപാട് വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്ത ആളാണ്. അതായത് അന്ന് കേരളത്തിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് അഗസ്ത്യവനത്തിൽ നിന്ന് തിരുവനന്തപുരത്താണ് ആദ്യമായിട്ട് വരുന്നത്. വന്നപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ അത്ഭുതസിദ്ധികളൊക്കെ കാണിച്ചു. അപ്പോൾ അന്നത്തെ സ്വദേശാഭിമാനി രാമകൃഷ്ണനെന്ന് കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന് ശത്രുഭാവമായിട്ട് തോന്നി, ഇവന് നാട് കടത്തണം എന്ന ഒരു തോന്നൽ സ്വദേശാഭിമാനി രാമകൃഷ്ണനൊക്കെ ഉണ്ടായി. പക്ഷേ അന്ന് ആരെയാ നാട് കടത്തിയെന്നറിയോ? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള രാജാവിനെതിരായി പ്രവർത്തിച്ച കാരണത്താൽ അങ്ങേരെ നാട് കടത്തി. എങ്ങോട്ടാ? പാലക്കാടിന്. അന്ന് നാട് കടത്താന്ന് പറഞ്ഞാൽ ഭയങ്കര. പാലക്കാട് പോണെങ്കിൽ നടന്നല്ല, വാഹനമില്ലല്ലോ, വാഹനമില്ല, നടന്നല്ല വാഹനക്കത്തുള്ളൂ. എത്ര ദിവസം വേണം പാലക്കാട് കയറണമെങ്കിൽ? അങ്ങനെ തിരിച്ച് നാട് കടക്കിയത്. അപ്പോൾ സദാനന്ദസ്വാമി അവിടെ നിന്ന് തിരിച്ച് സദാനന്ദപുരത്ത് അവിടെ വന്ന് സർക്കാരിൻ്റെ ഭൂമി എന്ന് വെച്ചാൽ ദേവസ്വത്തിൻ്റെ ഈ കൊട്ടാരത്തിൻ്റെ ഭൂമിയാണ്. അവിടെ ഒരു 4 മടല്, കവളം മടൽ വെച്ച് ഒരു ഓലയും കൊണ്ട് മറച്ച് അതിനകത്ത് കിടന്നത്. അപ്പോഴാണ് രാജാവിന് തോന്നി, മൂലം തിരുനാളാണ്, രാജാവിന് തോന്നി, അല്ല അയാളെ ഒന്ന് കാണാൻ എത്തില്ലല്ലോ. അപ്പോൾ ആളിനെ വീട്ടിൽ വിടിപ്പിച്ച്. അപ്പം പറഞ്ഞു, എനിക്കിപ്പോൾ രാജാവിനെ കണ്ടിട്ട് കാര്യമൊന്നും സാധിക്കാനില്ല എന്ന് മറുപടി കൊടുത്തു വിട്ടു. പിന്നെ രാജാവ് നേരിട്ട് വന്ന് കണ്ട് കഴിഞ്ഞപ്പോഴാണ് 300 ഏക്കർ സ്ഥലവും 200 ഏക്കർ കണ്ടം, അത് ഭാരതീപുരത്താണ്. 50 ഏക്കർ ഭൂമിയും ഈ 200 ഏക്കർ കണ്ടവും ഭാരതീപുരത്തുണ്ട്. സദാനന്ദപുരത്ത് 300 ഏക്കറുണ്ട്. അത്രയല്ലേ സ്വാമി? അത്രയുണ്ട് അവിടെ. അപ്പോൾ അതേ എന്തിനാ അവധൂത വൃത്തിയിൽ കൗവീനം ധരിച്ചും കൊണ്ട് പമ്പാമണൽ പുറത്ത് മതപ്രഭാഷണത്തിന് അദ്ദേഹത്തിന് സംസാരിക്കാൻ കുറഞ്ഞ ഒരു 6-7 മണിക്കൂർ വേണം. മേശയുടെ മുകളിൽ കയറി ഇരുന്ന് ഈ കോണാനെടുത്തുകൊണ്ട് സംസാരിക്കുന്നു, മൈക്കില്ലെന്നും. അന്ന് എനിക്കൊന്നുമില്ല, വലിയ സ്ഥലത്ത് ഇരുന്ന് ഇത് സംസാരിക്കുകയല്ലയോ. അപ്പോൾ അവധൂത വൃത്തിയിലെ ആശ്രമത്തിലും താമസിക്കാം, അത് മനസ്സിലായല്ലോ. പിന്നെ അപ്പോൾ അവധൂത വൃത്തി വന്ന് പിന്നെ അപ്പം കുടീചകൻ്റെ ധർമ്മം ഞാൻ ഈ പറഞ്ഞു വന്നേ. കുടീചകൻ അവധൂത വൃത്തിയിലായി, ആശ്രമം കെട്ടി താമസവുമായി. അത് കഴിഞ്ഞ ഹംസം എന്ന് പറഞ്ഞാൽ നിർമ്മലമായ മനസ്സോടു കൂടിയ ഭാവത്തോടു കൂടി ഈശ്വരനെ അറിയാൻ വേണ്ടി പ്രവൃത്തി എടുക്കുന്നവനാണ് ഹംസം, പരമഹംസം. അതിനേക്കാൾ ഉയർന്ന സ്റ്റേജ് വന്നു. വളരെ കൃത്യനിഷ്ഠയോടുകൂടി യാതൊരു മാറ്റവും ഇല്ലാതെ കൈകൊണ്ട് ധനം തൊടാത്ത രീതിയിലുള്ള ഒരു ജീവിതക്രമമാണ് പരമഹംസപദം. ദ്രവ്യങ്ങളൊന്നും തൊടുകയില്ല. അതാണ് അവധൂതന്. ഇന്നടത്തു നിന്നൊന്നും ഇല്ല, അവനങ്ങ് സഞ്ചരിക്കുന്നു, ആരോടൊന്നും പറയുന്നില്ല. ദത്താത്രേയ മഹർഷി അവധൂതനായിരുന്നു. 24 ഗുരുക്കന്മാരായിരുന്നു അതിലുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എത്ര ഗുരുക്കന്മാരാണുള്ളതെന്നറിയാവോ? എത്ര? ഞാൻ പറഞ്ഞാന്ന് തോന്നുന്നു, അന്നൊരു ദിവസം പറഞ്ഞു തോന്നുന്നു 84 ലക്ഷം ഗുരുക്കന്മാരാവുള്ളത്. എന്ന് വെച്ചാൽ 84 ലക്ഷം ജീവികളുണ്ട് എന്നർത്ഥം. ഇവരെല്ലാം നിങ്ങൾ തന്നെ ഗുരുക്കന്മാരാ. ഞാൻ ശിഷ്യനാ, ദാസനാ.
ആരും സംശയമില്ല. പിന്നെ ശിഷ്യൻ ഇപ്പോൾ അടുത്തിരിക്കുന്നു, അതും ഗുരുവാ. എന്തെല്ലാം കാര്യങ്ങളാ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് ഞാനും കയറി പറയും, ഇറങ്ങി പോടാ പോക്കോ. ആ അങ്ങനെയല്ല ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്തെല്ലാം പറഞ്ഞിട്ട് പോകാത്ത രീതിയിൽ എന്തായാലും ഇപ്പൊ ഉണ്ടാള്. ഇനി എന്തൊക്കെയാ നടത്തുന്ന നമുക്ക് ഇവിടെ ഇച്ചിരി പ്രസാദം കഴിച്ചതിന് ശേഷമൊക്കെ ഒന്നുമില്ല, ചാപ്പാടൊന്നുമില്ല കേട്ടോ. സാമ്പാറുണ്ട്, പരിപ്പുണ്ട്, വേറെ ഒന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞ അത് ഇതൊക്കെ അവിടെ ഒന്നും വേണ്ട സ്വാമി. ആരാ ഇത് ഉണ്ടാക്കുന്നേ? ആര് മാതായി കൊണ്ടോക്കൂ. വേറെ എടുക്കുന്ന സാധനം കയ്യിൽ നിന്ന് പോവും. ആ ഒരു ദിവസം പുളിശ്ശേരി എടുത്ത് മൊത്തം താഴെ വീണു. ശങ്കരാനന് എന്ത് പണിപ്പെട്ട് അത് കഴുകിക്കളയാന്. ഒരു സാധനം അരി വാർത്തിടാനായിട്ട് അടച്ചിടാനായിട്ട് കൈ ഇടത്തെ കൈ പോയ തീർന്നില്ലയോ, ഈ അല്ലാതെ മറിഞ്ഞ് അത് വീഴത്തില്ലയോ. അതുകൊണ്ട് ഞാൻ എന്നാൽ എടുക്കാനായിട്ട് നോക്കും, പരിപാടി വഴക്ക് പറയുക. പിന്നെ ജോലി ആർക്കാ ഇതിനുള്ളത്? പാലും മാറ്റേണ്ടി വരുന്ന ആള് അവർ പാല് കൂടുതൽ വേണമെന്ന് കൊടുക്കത്തില്ല. ഇല്ല, പശുവിനെ ആരും വളർത്താറില്ല. മാതാജി പരിപാലനം ഉണ്ടായിരുന്നു, പശു പരിപാലനം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് മാതാജിയുടെ ജീവിതക്രമം അതായിരുന്നു. അതുകൊണ്ട് പശുവിനെ പറ്റി നന്ന ഗ്രാഹ്യമുണ്ട്. അങ്ങനെയായിരുന്നു. ഗുഹയിൽ മൗനമായിട്ടിരുന്ന സമയത്ത് ഒരുപാട് ദേവതമാരുടെ സാന്നിധ്യം അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ. പുറത്തു വന്നതിന് ശേഷവും അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞാൽ വരുമായിരുന്നു, എന്ത് ചോദിച്ചാലും അത് സാധിച്ചു. അങ്ങനെ ഒന്നുണ്ട്. ഇപ്പോ ഇന്നതുപോലെ എൻ്റെ ഒരു ഭക്തനെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന അവന് ഇത്ര കഷ്ടപ്പാടാണ്, അവനെ ഇപ്പോൾ ഒന്ന് സഹായിക്കണം. തീർച്ചയായിട്ടും സഹായിക്കും. അവരെൻ്റെ അടിമയെ പോലെ, ഇന്നത്തെ ദാസനെ പോലെയാണ് അവർ കാണുന്നത്. നമ്മുടെ ഉയർത്തി കാണുക. ഞാൻ എല്ലാവരുടെയും ദാസനാ. അപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അത് മനസ്സിലായോ? ഇനി അത് ആരാ എന്നുള്ളത് പിന്നെ പഠിക്കണം. ആ ചോദ്യമൊക്കെ അറിയാമെങ്കിൽ ചോദിക്കണം, അന്നേരം ഞാൻ പറഞ്ഞു തരും. അങ്ങനെ അത് പറയണം. അങ്ങനെ പറയണം, ഞാൻ പറയണം. ഇനി നമ്മൾ അന്നേരം വേദത്തിലേക്ക് കടക്കും. അതാണ് അറിയേണ്ടത്. അതാ അറിയേണ്ടത്. ജ്യോതിഷമുണ്ട്. നമുക്ക് എത്ര വേദങ്ങളുള്ളത്? 4 വേദം. 4 വേദം. 4 3 ഉള്ളു. 3 വേദങ്ങളേ ഉള്ളൂ. അത് ഏതൊക്കെയാ? യജുർവേദം, സാമവേദം, ഋഗ്വേദം. 4 ഉണ്ടായിരുന്നു. ഇത് ആരാ സൃഷ്ടിച്ചത്? വിരാട് പുരുഷനാണ്. ഈ വിരാട് പുരുഷന് വന്ന് അത് പിന്നെ ഋഷികളില് അതാ സൂര്യഭഗവാൻ, സൂര്യൻ എന്ന് പറഞ്ഞ ആരാ? പ്രകാശമാണ്. ആ ഋഷിയെ, സൂര്യൻ എന്ന് പറഞ്ഞ ഋഷിയെ, അഗ്നി എന്ന് പറയുന്ന ഋഷിയെ, വായു എന്ന് പറയുന്ന ഋഷി, അങ്ങനെ അവർ 3 പേരും കൂടെ 3 വേദം സൂക്തങ്ങൾ തലമുറ കൈമാറി വന്നു. അവസാനം 4 വേദം എന്ന് പറഞ്ഞല്ലോ, ഞാൻ 3 പറഞ്ഞു. എന്നാൽ ഈ 3 വേദങ്ങളുടെ കുറെ ഭാഗങ്ങൾ എടുത്ത് ആണ് വേദവ്യാസൻ എന്ന പേര് വരാൻ. വേദവ്യാസൻ 4ാമതൊരു വേദം ഇതിൻ്റെ 3ൻ്റെയും കൂടെ എടുത്താണ് വേദവ്യാസൻ. അതുകൊണ്ടാണ് വേദവ്യാസൻ എന്ന പേര് വന്നത്. അപ്പം 4 ശരിയാ. ഇപ്പം മനസ്സിലായല്ലോ അത്. അപ്പം 4 വേദങ്ങളുണ്ട്. എന്നാൽ ഞാൻ ഒന്നുകൂടെ പറയുന്നത് 5 ഉണ്ടെന്ന്. അത് ധനുർവേദം എന്ന് പറയും. നൃത്തം, സംഗീതം, കലകള്, പുതിയ ആയുധങ്ങൾ. ഇപ്പൊ മഹാസുദർശനം ഒരു ആയുധമാണ്. മഹാവിഷ്ണു ആയുധമാണ് അത് പ്രധാനം. അത് വിട്ടു കഴിഞ്ഞാൽ കരുത്ത് കട്ടിട്ടുണ്ട് പോക്കുകളെ. അതാ. അപ്പോൾ അതിന് ധനുർവേദം എന്ന് പറയാം. അങ്ങനെ 5 വേദങ്ങളുണ്ട്. ഇപ്പൊ അത് വ്യക്തമായല്ലോ. ഇനി എന്താ വേണ്ടത് കേൾക്കട്ടെ. സ്വാമിജി, അങ്ങ് മൗനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നതായിട്ട്
നമ്മൾ മനസ്സിലാക്കി. ആ. അപ്പം മൗനത്തിനാണോ സുഖം അതോ സംഭാഷണത്തിനാണോ സുഖം? സംസാരം ഇല്ലാതിരിക്കണം, അതാണ്. മൗനമാണ് ഏറ്റവും ശ്രേഷ്ഠം. എന്ന് പറഞ്ഞാൽ അവൻ സദാസമയം ഈശ്വരങ്കിൽ തന്നെയാണ് മനസ്സ് പോകുന്നത്. ഈ മനസ്സെന്നാൽ എന്ത് എന്നറിയണം. അത് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, മനസ്സ് ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ചലനാത്മകമാണ്. അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യണം. കോൺസെൻട്രേഷൻ ആൻഡ് സെൻട്രലൈസേഷൻ. അതിനെ നമ്മൾ ഏകീകരിപ്പിച്ച് കൊണ്ടുവരണം. അതിനെന്താ വേണ്ടുന്നത്? ഇപ്പോൾ നമുക്ക് നോക്കാം. ഓം സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സഭൂമി വിശ്വതോ വൃത്വ അത്യധിഷ്ഠ ദശാങ്കുലം. ഓം സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സഭൂമി വിശ്വതോ വൃത്ത അത്യധിഷ്ഠ ദശാങ്കുലം. അപ്പോ 1000 ശിരസ്സുകൾ, 1000 കണ്ണുകൾ, 1000 കാലുകൾ. അപ്പോ ഇതിൽ നിന്നും പിന്നെ യജ്ഞത്തിന് ആവശ്യമുള്ള സമത്തുക്കളുണ്ടാകണം. യജ്ഞത്തിന് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് നെയ്യാണ്. തൈര്, നെയ്യ്, പാല് ഇത്യാദികളെല്ലാം. അപ്പോൾ അവിടെ നിന്ന് പശു ഉണ്ടായി. ഇതിനെ എല്ലാം സൃഷ്ടിച്ചപ്പോൾ 1000ങ്ങളല്ല. ഇപ്പൊ പറഞ്ഞു വന്നപ്പോൾ 1000 വന്നു. 1000ങ്ങൾക്ക് അപ്പുറത്ത് പോവാണ്. അതിനെ കണക്ക് പറയാൻ ഒക്കുന്നതല്ല. അതായത് ഓം സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സഭൂമി വിശ്വതോ വൃത്ത അത്യധിഷ്ഠ ദശാകുലം. ഇനി മറ്റൊന്ന്, അതത്രയും പറഞ്ഞു. പാദവസ്യ വിശ്വഭൂതാനി ത്രിപാദസ്യ അമൃതം ദിവി. ഭഗവാന്റെ കാൽ ഭാഗം കൊണ്ടാണ് ഈ ലോകം മൊത്തം സൃഷ്ടിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ് സഹസ്രശീർഷ പുരുഷ എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം ഇപ്പം ഞാൻ പറയുക, പാദവസ്യ വിശ്വഭൂതാനി ത്രിപാദസ്യ അമൃതം ദിവി. ഭഗവാന്റെ കാൽ ഭാഗം കൊണ്ട് ഈ ലോകം മൊത്തം സൃഷ്ടിച്ചു. അതിലൊരു ചെറിയ ഗ്രഹമാണ് ഭൂമി. ഈ ഭൂമിയിൽ 3/4 ഭാഗവും ജലമാണ്. അതിൽ 1/4 ഭാഗമേ ഉള്ളു കര. ഈ കരയിൽ തന്നെ എത്രയോ മണലാരണ്യങ്ങൾ, വനം എത്ര. അപ്പോൾ ഭൂമിയുടെ സ്ഥിതി ചെയ്യുന്നത്. അതിൽ നമുക്ക് പഞ്ചഭൂതങ്ങളെ പറ്റി നോക്കാം. ആകാശം, വായു, അഗ്നി, ഭൂമി, ജലം. അപ്പം എതിലാണ് ഭൂമി സ്ഥിതി ചെയ്യുന്നത്? ജലത്തിലാണ്. ജലത്തിൻ്റെ മുകളാണ് ഭൂമി നിൽക്കുന്നത്. കണ്ടോ? അതുപോലെ തന്നെ മറ്റൊന്ന്, ബ്രാഹ്മണവസ്യ മുഖ ആസീത്. ബ്രാഹ്മണവസ്യ മുഖ ആസീത്. ബ്രാഹ്മണ മുഖത്തു നിന്ന് ജനിച്ചു. ബ്രാഹ്മണവസ്യ മുഖ ആസീത്. ബാഹുരാജന്യകൃത. ബാഹുക്കളിൽ നിന്നും ക്ഷത്രിയരുണ്ടായി. ഒരു വൈശ്യ, തുടയിൽ നിന്നും വൈശ്യനുണ്ടായി. വൈശ്യൻ എന്ന് പറഞ്ഞാൽ ബിസിനസ്, കൃഷി കാര്യങ്ങൾ ഇത്യാദികൾ ചെയ്യുക. അവരെ വൈശ്യരെന്ന് പറയുന്നത്. പദ്ധ്യാ ശൂദ്രോ അജായത. പാദത്തിൽ നിന്നും ശൂദ്രനുണ്ടായി. നായരല്ല, ശൂദ്രനുണ്ടായി. അത് ശുചീകരണ കാര്യങ്ങൾ ചെയ്യുന്ന ആളായി. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഒന്നുകൂടെ പറയാ. മുഖത്ത് നിന്ന് ബ്രാഹ്മണസ്യ മുഖ ആസീത്. മുഖത്ത് നിന്ന് ബ്രാഹ്മണനുണ്ടായി. ബാഹു രാജന്യകൃത. കൈകളിൽ നിന്നും ക്ഷത്രിയനുണ്ടായി. ഒരു തത് വൈശ്യ. ഒരു തുടയിൽ നിന്നും വൈശ്യനുണ്ടായി. പദ്ധ്യാ ശൂദ്രോ അജായത. ഭാഗത്ത് നിന്ന് ശൂദ്രന്റെ ശുചീകരണ ജോലികൾ ചെയ്യുന്നതായി. ഇപ്പൊ ഈ 4 കർമ്മവും നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ ചാതുർവർണ്ണ്യം വലിയ കുഴപ്പമാണ്. മനുസ്മൃതി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഈ 4 വർണ്ണങ്ങളാണ് വന്നിരിക്കുന്നത് എന്ന ഒരു തോന്നൽ അതിനെപ്പറ്റി ഗ്രാഹ്യമില്ലാത്തവർ പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ട്. അത് തെറ്റ്. ഏതൊരു ചണ്ടാളനായിക്കൊള്ളട്ടെ, അവൻ്റെ മനസ്സിൽ അവൻ എപ്പോഴും ഈശ്വരനെ ഭജിക്കുന്നുവോ അപ്പോഴവൻ ബ്രാഹ്മണനാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അവന് ക്രോധം, കോപം ഇത്യാദികൾ എപ്പോൾ വരുന്നുവോ അപ്പോഴവൻ ക്ഷത്രിയനായി.
ബിസിനസ് കാര്യം, കൃഷി കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ അവൻ വൈശ്യരായി. ശുചീകരണ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ അവൻ ശൂദ്രനായി. ഈ 4 വർണ്ണങ്ങളും നമ്മളിൽ എല്ലാവരിലും ഉണ്ടത്. ഈ 4 വർണ്ണവും അത് അതിൻ്റെ ഗീതയിൽ അത് പറയുന്നുമുണ്ട്. ചാതുർവർണ്ണ്യം മഹാദുഷ്ടം ഗുണകർമ്മ വിഭാഗച്ച. ചാതുർവർണ്ണ്യം മഹാസൃഷ്ടം സൃഷ്ടം ഗുണകർമ്മ വിഭാഗച്ച. കേട്ടോ, 4 വർണ്ണങ്ങളും ഉണ്ടായി. ഗുണങ്ങൾ അനുസരിച്ച മറ്റൊരു തെറ്റിദ്ധരിച്ചിട്ടാണ് ഇതിങ്ങനെ സംഭവിച്ചു പോയത്. എന്നുവെച്ചാൽ ശാസ്ത്രം ശരിക്കും പഠിച്ചില്ല, പഠിച്ചെങ്കിൽ ഇത് വരുത്തില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് ഈ ഏറ്റവും കൂടുതൽ വർഗീയ ഭാവം സ്ഥിതി ചെയ്യുന്നത് ആരാന്നറിയോ? ബ്രാഹ്മണര് പോയി, സന്യാസിമാരില്ല. ബ്രാഹ്മണർ സന്യാസം ആണ്, ബ്രാഹ്മണൻ ബ്രഹ്മജ്ഞാന ഇത് ബ്രാഹ്മണ എന്നാ പറയുന്നത്. അപ്പൊ സന്യാസിമാർ ചോദിക്കും, ഇവൻ ഏത് സമുദായത്തിൽപ്പെട്ട കറുത്തിരിക്കുക, അവൻ ഏതായിരിക്കും, അവന്റെ നിറം കണ്ടിട്ട് അവനെ ഏതോ വനവാസിയാ എന്ന് തോന്നുന്നത്. അത് നമ്മുടെ ബോധേന്ദ്രന് ആ സ്വാമിയെ അറിയാമല്ലോ. ബോധേന്ദ്രൻ സ്വാമിയെ മിക്ക ആൾക്കാരും പോലെ ബ്രാഹ്മണനാണോ എന്ന് ചോദിക്കുമായിരുന്നു. ഇപ്പൊ പിന്നെ ആൾക്കാർ കുറെയൊക്കെ സമുദായം തെരഞ്ഞു പിടിച്ചൊക്കെ മനസ്സിലാക്കി വെച്ചിരിപ്പോട്ട് കേട്ടോ. അങ്ങനൊന്നും ഉണ്ട്. തന്നെനിക്ക് എവിടെങ്കിലും കൊണ്ടിട്ട് അവർ കണ്ടുപിടിച്ചെടുക്കും. പിന്നെ അതായിട്ട് സ്വഭാവമാ. അപ്പൊ അവസാനം അടി കിട്ടുമ്പോഴാണ് അറിയുന്നേടാ, പറ്റിച്ചല്ലോ, അവരെന്നെ പറ്റിച്ചല്ലോ, എന്നെ പിടിച്ചല്ലോ. പിടിച്ചിട്ട് എടാ എന്നെ കൊണ്ട് ഞാൻ MA കാരനാണ്, എനിക്ക് നന്നായിട്ട് ഭാഷയെല്ലാം അറിയാം, സംസാരിക്കാൻ അറിയാം, കുറേ പുസ്തകങ്ങളൊക്കെ റെഫർ ചെയ്തിട്ടുള്ളതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ അറിയാം എന്നുള്ള ആ ബോധത്തോടു കൂടി പ്രവർത്തിച്ച് അദ്ദേഹത്തിൻ്റെ ബുദ്ധി കൊണ്ട് അതങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഒപ്പിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ മുകളിൽ കിടക്കുന്ന ആൾക്കാരെ ഇവനെ അടിച്ച് താഴെ ഇടാറുന്നു. അതതിൻ്റെ സ്വഭാവം. എന്ത് ചെയ്യാനത് എന്ന് പറഞ്ഞാൽ അവനിൽ മൗനമില്ല. ഞാൻ ആരെ എന്ന് അവന് ഉള്ളിലോട്ട് നോക്കുന്നില്ല. എന്നിൽ എന്തുണ്ട്, ഞാൻ ആരാണ്, ഞാൻ എവിടുന്ന് വന്നു, എനിക്ക് മരണമുണ്ടോ, എനിക്ക് ജനനമുണ്ടോ? ശ്രീശങ്കര പറഞ്ഞത് പുനരവി ജനനം പുനരവി മരണമെന്ന്. ജനിക്കുക മരിക്കുക ഇങ്ങനെ എത്രയോ കാലം കൊണ്ട് ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. ഈ മരണമില്ലാത്ത ഒരവസ്ഥ നമുക്ക് ഉണ്ടാകണം. ഞാൻ മരിക്കുന്നില്ല, എൻ്റെ ഈ ശരീരം പോകുന്നതേ ഉള്ളൂ, ആത്മാവിന് ഒരിക്കലും അത് പറയും. ചന്ദ്രമാ മനസ്സോ ജാത, മനസ്സിൽ നിന്ന് ചന്ദ്രനുണ്ടാകും. ചക്ഷോ സൂര്യോ ജായത, കണ്ണിൽ നിന്ന് സൂര്യനുണ്ടായി. ചന്ദ്രമാ മനസ്സോ ജാത ചക്ഷോ സൂര്യോ ജായത മുഖാത് ഇന്ദ്രച്ഛ, ഇന്ദ്രൻ മുഖത്തു നിന്നുണ്ട്. പ്രാണാത് വായുരയായത, പ്രാണനും മുഖത്തു നിന്നു. പുരാ വിശ്രസഹ പുത്രോ രാവണോ നാമ രാക്ഷസ ആസീത് ഇന്നലെ ഉണ്ടായിരുന്നു. ആസീത് അസ്യ അനുജോ ശാസ്താം കുംഭകർണ വിഭീഷണോ വിഷ്ണുഭക്തിയും വപുരേജ വരാ നിഷ്ഠാൻ അസ്മാത് ആസൃത മനസ്സിലാകും കേട്ടോ. അപ്പൊ ഇത് പുരാ പണ്ട് വിശ്രവസൻ എന്ന് പറഞ്ഞ ഒരു രാക്ഷസൻ ഉണ്ടായിരുന്നു, വിശ്രവസൻ. അങ്ങനെയായിരുന്നു ഈ പുഷ്പവിമാനം. അപ്പൊ മണ്ടോദരി പറഞ്ഞു കൊടുക്കുക. ഈ മണ്ടോദരി എങ്ങനെ ഉണ്ടായതാന്നറിയോ? ഇത് ഓൺ ചെയ്തോ, അയ്യോ അന്നേരം മണ്ടോദരി ഈ ഗണപതി ജനിച്ചത് അറിയാവല്ലോ, അതേ അറിയാവോ? പരമശിവനും പാർവതി ആന കളിച്ചു. അങ്ങനെ കളിച്ചു വന്നപ്പോഴാണ് ഗണപതി ജനിച്ചത്. അപ്പൊ അതുപോലെ ഇവര് രണ്ടുപേരുടെ കുരങ്ങ് കളിക്ക്. ഈ കുരങ്ങിനെ കുഞ്ഞിനെ കൊണ്ട് നടക്കണോ എന്നൊരു ചിന്ത ബീജം വീണ്. അപ്പൊ പരമേശ്വരൻ പാർവതി പറഞ്ഞപ്പോ പിന്നെ ആ ബീജം എടുത്ത് തവളയുടെ വയറ്റിലിട്ടു. മണ്ടൂകം തവള. അപ്പോ അങ്ങനെയാണ് മണ്ടോദരി ഉണ്ടാകുന്നത്. മണ്ടോദരി രാവണന്റെ അമ്മ. പുരാ പണ്ട് വിശ്രവസഹ പുത്രോ രാവണ രാക്ഷസ. വിശ്രവസൻ എന്ന് പേരായ
രാവണനുണ്ടായി. അവന്റെ അരിയനായിരിക്കുന്ന കുംഭകർണനുണ്ടായി. അതിന്റെ അരിയനായിരിക്കുന്ന വിഭീഷണനുണ്ടായി. ഇവര് 3 പേരും 3 വരം ചോദിച്ചിട്ടുണ്ട്. എന്നെ ലോകത്ത് ആരും കൊല്ലാൻ പാടില്ല. മനുഷ്യര് കൊന്നോട്ടെ. മനുഷ്യര് രാവണന്റെ തീയറ്റു 10 തലയെക്കാട്ടി അങ്ങനെ കൊല്ലാൻ ഒക്കുവോ? ഒക്കുന്ന കാര്യമല്ല. അത് കഴിഞ്ഞിട്ട് കുംഭകർണന് അങ്ങേര് നിദ്രേവത്വം ചോദിച്ചു. അങ്ങേര് വരം ചോദിച്ച ബ്രഹ്മൻ വരം ചോദിച്ചതാ ഉറക്കമായിപ്പോയി. എന്നും ഉറക്കമാവണം ഏർപ്പാടില്ല. പിന്നെ വിഭീഷണൻ ചോദിച്ചത് വിഷ്ണുഭക്തിയാ ചോദിച്ചത്. ഭഗവാനെ ഭരിക്കണം. അയാൾ അതാ ചോദിച്ചത്. വിഭീഷണൻ ചോദിച്ചു. ചൂർപ്പണി അവിടെ വെച്ചൊന്നും ചോദിച്ചില്ല. സഹോദരി അവിടെ അതൊന്നും ചോദിച്ചില്ല. പിന്നെ അപ്പോൾ ഈ കുംഭകർണന് പോയി ബ്രഹ്മാനം വീണ്ടും തപസ് ചെയ്തു. ഇവന് ഒന്ന് ആദ്യം 9 തലയെ അറുത്ത് ഇവൻ വരം ചോദിക്കാൻ പോകുന്ന എന്താന്നൊക്കെ അറിയാവില്ല. ബ്രഹ്മാവൻ അറിയാം. അതുകൊണ്ട് ഇവനെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വലിയ ലോകത്തിന് നാശം ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ടാ. അപ്പോൾ 9 തലയറുത്ത് 10ാമത്തെ തലയിറക്കാൻ നേരത്ത് ബ്രഹ്മാവിന് ദോഷം പോയിരിക്കും. അപ്പോഴാണ് പ്രത്യക്ഷമാവുന്നത്. ചോദിച്ചോളാം പറഞ്ഞു. എന്നെ മനുഷ്യനെ കഴിഞ്ഞ് മറ്റാരും കൊല്ലരുത്. മനുഷ്യർ അങ്ങേരത്ത് ഇല്ലാനും. അപ്പോൾ അത് അങ്ങനെ അങ്ങോട്ട് പോയി. പിന്നെ ഇവനെന്ന് പറഞ്ഞത് 6 മാസം ഉറക്കവും ഇല്ലാത്ത പിന്നെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴേ കാര്യം റെഡിയായി. അപ്പോൾ ഈ 6 മാസത്തിന് മുമ്പ് അവിടെ യുദ്ധം നടക്കുക. യഥാർത്ഥത്തിൽ സീത എവിടെ നിൽക്കുക? സീതയാണോ അവിടെ മരത്തിന് ചവിട്ടിയിരിക്കുന്നത്? സിംസുഭാവർഷത്തിന് ചവിട്ടിയിരിക്കുന്നത് സീതയല്ല. സീത എവിടാ സ്ഥിതി ചെയ്യുന്നത്? അഗ്നിയിൽ ഇരിക്കുക. അന്തരീക്ഷത്തിൽ അഗ്നിയിൽ നിൽക്കുക. ഇവർക്ക് രണ്ടിനും മാത്രമേ അറിയാവൂ. അങ്ങനെ അറിയാവുന്ന രാവണൻ പിന്നെ രാമൻ സമൂഹത്തിന് വേണ്ടിയാണ് അഗ്നിയിൽ നിന്നും സ്വാഹായിൽ നിന്നും വരണം, ഹോമം നടത്തിട്ട് അവൾ അഗ്നി ചാകട്ടെ എന്നാണ് പറഞ്ഞത്. പാതിവൃത്തി നോക്കുക. അപ്പോൾ അവിടെ സ്വാഹാദേവി പ്രത്യക്ഷപ്പെട്ടു. ആരാ സ്വാഹാദേവി എന്ന് പറഞ്ഞാൽ അഗ്നി ഭഗവാന്റെ ഭാര്യയാണ്. ഓം ഭട്ട് സ്വാഹ ഹോമിക്കുക. ഓം ഭട്ട് സ്വാഹ 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 എന്ന് പറഞ്ഞാൽ അഗ്നിയുടെ ഭാര്യ സ്വാഹ. അപ്പോൾ അവള് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയും, എത്രയും പെട്ടെന്ന് ഈ കൊച്ചിനെ വിടണം, എനിക്ക് സഹിക്കുന്നില്ല എന്ന് പറഞ്ഞാണ് അഗ്നി പരീക്ഷണിൽ എടുക്കുന്ന ആൾക്കാരെ കാണിക്കുന്നത്. യഥാർത്ഥ സീത അഗ്നിയിൽ നിന്നും പോയില്ല. അവിടെ നിൽക്കുക, അന്തരീക്ഷത്തിൽ നിൽക്കുക. ഇതെല്ലാം മായാഗീതിയായിരുന്നു ഇത്രയും. അതാ ഇത് ശരിക്കും പഠിച്ചിട്ട് എനിക്ക് അറിയാൻ പറ്റും. ഈ വിദ്യാഭ്യാസത്തിൽ എനിക്കിതല്ല എവിടെ ഞാൻ ആലോചിക്കുന്നത്. ഞാനേ ഈശ്വരനോട് ചോദിച്ചത് പരമേശ്വരനോട് ഒരു കാര്യം ഞാൻ ആവശ്യം. ഞാൻ ഇരിക്കുന്നിടത്ത് അന്നം മുട്ടരുത്. എൻ്റെ വീട്ടിൽ ഒരാൾ വന്ന് ഉച്ചയ്ക്ക. എനിക്കിതൊക്കെ പറയുന്നതിന് പ്രയാസമൊന്നുമില്ല, യാതൊരു ദുരഭിമാനവും ഇല്ല. ഞാൻ അനുഭവിച്ച കാര്യം എനിക്ക് പറയുന്നത് എന്താ. അപ്പോൾ വന്നപ്പോൾ ഉച്ചയ്ക്ക് ഇച്ചിരി കഞ്ഞി എനിക്കറിയൊന്നുമില്ല. എന്താ മനസ്സുരുകി. കഞ്ഞി പ്രാവളഞ്ഞിട്ട് കഴിക്കേക്ക് കളഞ്ഞാ അത് കറി. എന്നുവെച്ചാൽ അത് കോരി കുടിക്കുന്നത് പ്ലാവല കൊണ്ട് കോരി കുടിക്കുക. അന്ന് ഞാൻ പറഞ്ഞു, അവരെ ഞാൻ ഇരിക്കുന്നത് ഭക്ഷണം മുട്ടരുത്. ഇന്ന് വരെ മുട്ടില്ല. എത്ര ജനം വന്നാലും അവിടെ ഭക്ഷണമാണ്. എന്തായിരുന്നാലും ഒരു വട്ടം ചോറ് തിന്നാൻ അവിടെ കൊടുക്കാൻ കാണുമല്ലോ, കാണത്തില്ല. പിന്നെ അവിടെ ഭക്ഷണമുണ്ട്, ഒന്നിനും കുറവില്ല. പിന്നെ ഭക്ഷണം വേണം എന്ന് പറഞ്ഞാൽ ആ ഭക്ഷണം തന്നെ അവിടെ കിട്ടും. നിത്യാനന്ദ ഭഗവാൻ പിള്ളേർക്ക് മിഠായി സൗകര്യത്തിന് വാരി കൊടുക്കുന്നു. ട്രെയിൻ വന്ന് ഇന്ന് അച്ഛനും അമ്മയും ആരാന്ന് അറിയുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ കഥ പറയാൻ എനിക്ക് മൊത്തം അറിയാം. അതിൻ്റെ ജീവിത കഥ മൊത്തം അറിയാം. നിത്യാനന്ദ ഭഗവാന്റെ മൊത്തം അറിയാം. കാഞ്ഞങ്ങാട്ട് പോയിട്ടുണ്ടല്ലോ.
ആ ഗുഹയിലെല്ലാം കയറിയിട്ടില്ലേ? ആ മൊത്തം അറിയാം. അദ്ദേഹത്തിന് പുസ്തകം ഇവിടെ ഇരിപ്പുണ്ട്. 2 പുസ്തകമുണ്ട്. പിന്നെ ആകാശഗീതയുണ്ട്, മറ്റേ അദ്ദേഹത്തിന് മറ്റേ ഒരു പുസ്തകമുണ്ട്. അതിൽ കൂടുതൽ അദ്ദേഹത്തിന് സിദ്ധിയെ പറ്റിയൊക്കെ പറയും. അത് ഒരു ദേവിയുടെ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചു അവിടെ ഈ ഗണേശപുരിയിൽ. അപ്പോൾ ഭക്തർ ചോദിച്ചു എന്തിനാ ഈ ദേവിയുടെ പ്രതിഷ്ഠ? അത് ഞാൻ മംഗലാപുരത്ത് നിന്ന് പോരുമ്പോൾ ദേവി എന്നോടൊപ്പം ഉണ്ടായിരുന്നു. മംഗലാപുരത്തിന് അപ്പുറത്തൊരു സ്ഥലമുണ്ടല്ലോ, അതാ സ്വാമി ആ സ്ഥലത്തിന് എന്തുവാ? ഉടുപ്പി. എന്തോ? മൂകാംബിക അല്ല, ഉടുപ്പി. ഉടുപ്പി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ അവിടുന്ന് ഒരമ്മ എന്നോടൊപ്പം കൂടിയതാ, എനിക്ക് ഇരിപ്പിടം തരണേന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ഇരിപ്പിടം അവർക്ക് ഉണ്ടാക്കിയതാ. അയ്യോ അതിന് സൗന്ദര്യം ഇല്ലല്ലോ, മൂടിയേക്കാൻ പറഞ്ഞു, തുണി കൊണ്ട് മൂടാൻ പറഞ്ഞു. രാവിലെ തുണി അയച്ചോളാനും പറഞ്ഞു. അയച്ചപ്പോൾ നല്ല സൗന്ദര്യം. ആര് പണിഞ്ഞതാ? തുണി കൊണ്ട് മൂടിയതേ ഉള്ളൂ. അവിടെ ശില്പികളുടെ ആരെങ്കിലും വന്നു? അപ്പോൾ ഓരോരുത്തരുടെ ഭാവനയനുസരിച്ച് അവർക്ക് തോന്നുകയാണ്. അത്ര വലിയ സിദ്ധനായ അച്ഛനും അമ്മയും ആരാന്ന് അറിയാൻ വയ്യ. കാരണം ഈശ്വരയ്യരുടെ, കൊയിലാണ്ടിയിലുള്ള ഈശ്വരയ്യരുടെ വീട്ടിൽ പുറത്ത് ജോലി ചെയ്യുന്ന കേശു നായരും ഉമയമ്മയും, അവരുടെ ഈശ്വരയ്യരുടെ അഡ്വക്കറ്റാണ്. അഡ്വക്കറ്റിൻ്റെ വീട്ടിൽ അവർ 3 ക്ഷേത്രമുണ്ട് അവിടെ. ഒന്ന് ശാസ്താക്ഷേത്രം, ഒന്ന് ശിവക്ഷേത്രം, ഒന്ന് വിഷ്ണു ക്ഷേത്രം. ഈ 3 ക്ഷേത്രത്തിൽ അടിച്ചുകളി ഇല്ല അമ്മയാ, ഉമയമ്മയാ. ആ ഉമയമ്മ ഒരിക്കൽ കാണുക, വെളുപ്പിനെ കാണുകയാണ് ശാസ്താക്ഷേത്രത്തിൽ ചെല്ലണമെന്ന്. അവിടെ ചെന്നപ്പോൾ ഒരു കുഞ്ഞു ചോര പ്രസവിച്ചിട്ടേച്ച് പോയിരിക്കുക, ആളില്ല. ഭയങ്കരമായ മഴ. ഈ മഴ അങ്ങോട്ട് വന്നു കഴിഞ്ഞ് പണം പിരിച്ചത് പാമ്പ് നിൽക്കുക, കുഞ്ഞിൻ്റെ ദേഹത്ത് വെള്ളം വിരാതിരിക്കുക, മൂർക്കം പാമ്പ്. അമ്മ പേടിച്ചു പോയി. കേശുനായർ തിരക്കി വരുന്നു ഭാര്യയെ കാണാൻ. അയാൾ വന്ന് കണ്ട് കഴിഞ്ഞപ്പോൾ അയാൾ ഈശോയുടെ വീട്ടിലേക്ക് പോകുന്നു. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ പാമ്പ് എഴഞ്ഞു പോയി, മഴയും തോർന്നു. ഈ കുഞ്ഞിനെ നിങ്ങൾ കൊണ്ടുപോയി വളർത്തിക്കൊള്ളാൻ പറഞ്ഞു. ആ കുട്ടിയാണ് നിത്യാനന്ദ ഭഗവാൻ. അച്ഛൻ ആരാ അമ്മ ആരാന്ന് അറിയത്തില്ല. സ്വാമിജി, അങ്ങ് തുടക്കത്തിലെ ദീക്ഷ അങ്ങ് സ്വീകരിച്ചല്ലോ. ഞാൻ സ്വയം സ്വീകരിച്ചതാ. എന്നെ ഗുരുവിന്റെ വിഗ്രഹം വെച്ചിട്ട് അതിന് മുമ്പിൽ വെച്ച് കാവ്യ വെച്ച് അവിടെ പൂജ നടത്തി ആ കാവ്യ ഗുരുവിനെ സങ്കല്പിച്ച് ഞാൻ തന്നെ എടുത്ത് കൊടുത്തേക്കും. അതിനുശേഷം പിന്നീട് എപ്പോഴാണ് അങ്ങ് ഈ വെള്ള വസ്ത്രത്തിലേക്ക് മാറിയത്? അതിനുള്ള കാരണം എന്താണ്? കാരണമുണ്ട് പറയാം. പിന്നെ എനിക്കതിന് പറഞ്ഞ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അന്ന് ഒരു അമ്മ ഇവിടെ ഉണ്ടായിരുന്നു. എന്തായിരുന്നാലും അവര് നന്നായിട്ട് വസ്ത്രം അലക്കി തരും. നല്ല രീതിയിൽ അലക്കി യാത്ര പോകാൻ കൊടുക്കാനുള്ളത് അത് പ്രത്യേകം വെക്കും. ഒരു 19 സെറ്റുണ്ട്, 1 2 ഒന്നുമല്ല. ഒരു 19 സെറ്റ് കാവ്യ വസ്ത്രമുണ്ട്. അപ്പൊ ഇവിടെ എടുക്കുന്നതിന് വേറെ, ഇതെല്ലാം കൂടെ 2 ദിവസം വേണമെങ്കിൽ കാവ്യ നോക്കുവാണെങ്കിൽ എടുക്കുന്നതിന്, യാത്ര പോകുന്നതിന് വേറെ. ആര് കണ്ടാലും നോക്കും. അങ്ങനെ അത്ര രസം. അതുതന്നെ ഈ വെള്ളവസ്ത്രം ഞാൻ കതറായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആദ്യം. ഈ സന്യാസ രീതി വരുന്നതിന് മുമ്പ് എല്ലാവരും ചോദിക്കും, സ്വാമി ഇതിനകത്ത് എന്തൊക്കെയാണ് ചേർത്താ മുക്കുന്നതെന്ന് ചോദിക്കുമായിരുന്നു. ഇപ്പോൾ അതിൽ എന്താണെന്നറിയോ, റോസ് ടിന്നപ്പാലുണ്ട്. അത് 1 കിലോയ്ക്ക് 1000 രൂപ വില, 1500 രൂപയാണ്. 1500 3000 രൂപ വിലയാണ് 1 കിലോയ്ക്ക് റോസ് ടിന്നപ്പാൽ. അത് എനിക്കിത് 200 രൂപയുടെ വാങ്ങിച്ചാൽ 1 വർഷത്തേക്കുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് നീലം കൂടെ ചേർത്ത് ഒരു പ്രത്യേക കളർ. എല്ലാവരും ചോദിക്കും. ഈ കോളേജ് ജീവനക്കാരനായതുകൊണ്ട് സകല ആൾക്കാരും ചോദിക്കും. അതിൽ ഒരു അധ്യാപകൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്ന് അയാൾ പത്തനംതിട്ട ജില്ലയുടെ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റാണ്, പിന്നെ സതീശൻ എന്നാ പേര്. സ്വാമി എനിക്ക് ഇച്ചിരി ഇത് കൊണ്ടുവരണം. അയാളുടെ ആഗ്രഹമാണ് കൊണ്ട് കൊടുത്തത്. അതിന് പലരും ചോദിച്ചിട്ടെല്ലാം കൊണ്ട് കൊടുക്കുമായിരുന്നു. അവിടെ എന്നിട്ട് പൈസ പോകുന്നില്ല, അവരാഗ്രഹമില്ലേ. പക്ഷെ ഞാൻ മുക്കുന്നതിലോ കൊത്തി അങ്ങനെയാണ്. അങ്ങനെ ഒരു പ്രത്യേക രീതിയായിരുന്നു. അത് കഴിഞ്ഞാണ് ഈ കാവ്യം എടുക്കുന്നത്. കാവ്യം ഇവിടെ ആദ്യം സ്ഥാപിച്ച്
ശേഷം കാവ് കൊടുക്കുന്നത്. അനേക ആൾക്കാരെ സാക്ഷി നിർത്തിയാണ് കാവ് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മ അത് അവർ എല്ലാം വൃത്തിയാക്കി. എന്തോ കാരണത്തിൽ യഥാർത്ഥത്തിൽ അടുത്ത മഠാധീശ സ്ഥാനം വരെ അവർക്കായിരുന്നു. 19 പേരോട് ഞാൻ ചോദിച്ചു, ഈ എൻ്റെ അടുത്ത ശേഷം വരുന്നത് ആരെ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും അവളുടെ പേര് പറഞ്ഞു. ഒരു ആൾ മാത്രം വേറെ 2 പേരുടെ പറഞ്ഞു, 2 പുരുഷന്മാരുടെ പേര് പറഞ്ഞു. അപ്പോൾ അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം 2 കുഞ്ഞുങ്ങൾ, 2 കൊച്ചു പെൺകുഞ്ഞുങ്ങൾ, കുഞ്ഞുങ്ങളാ, അംഗനവാടി പോലും പോയിട്ടില്ല. ആ കുട്ടികളുടെ അച്ഛനെ സന്യാസം കൊടുക്കാൻ പോകും. അതിന് മറ്റൊരുത്തിനും അവൻ്റെയും കല്യാണം കഴിഞ്ഞ് അവനെയും പിടിച്ച് സന്യാസം കൊടുക്കാൻ അവരിവിടെ എപ്പോഴും കാണും. അതാ അവർ പറഞ്ഞത്. പിന്നെ അയാളും 19 പേരും അവിടെ വരാവാണ്. 20ാമത്തെ ആളും അവിടെ പേര് തന്നെ പറയും. ഇല്ല പറഞ്ഞ അയാൾ അഞ്ഞിപ്പോൾ അവിടെ തന്നെ ആവട്ടെ എന്ന് പറയും. ഈ കഥ പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ ഇനി എനിക്ക് കാവ്യ കൊടുക്കണമല്ലോ. അവള് പോയില്ലേ? അപ്പോൾ ഞാനൊരു ഗ്രഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ കൊച്ചുപൊടിയാന്നാ വിളിച്ചതേ, വലിയ പൊടി, ഞാനൊരു കാര്യം പറയാൻ പോവാ. നിങ്ങളുടെ ഭാര്യയെ കൊണ്ട്, സരസ്വതിയെ കൊണ്ട് എൻ്റെ കാവ്യ അടക്കി തരാൻ. അയാളങ്ങ് കരഞ്ഞ് കണ്ണിരിഞ്ഞങ്ങ് ഒഴുകുക. എന്തോ പറയാൻ, നിങ്ങൾ എന്നോട് ക്ഷമിക്ക്. അന്ന് എൻ്റെ ആഹാരം പാലും പഴമൊക്കെയാ. എന്താ കരയെന്ന് ചോദിച്ചു. എൻ്റെ ഭാര്യയ്ക്ക് അതിന് അർഹതയുണ്ടോ എന്നാണ് ചോദിച്ചത്. അവൾ അത്രയും ഭാഗ്യം ചെയ്തിട്ടുണ്ടോ സ്വാമിയുടെ വസ്ത്രം അടക്കി തരാൻ? എന്നാലും അവൾ വേണ്ട 1-2 മാസം അവൾ അടക്കി തന്നു. അപ്പം ഞാൻ ആലോചിച്ചു, ഇനി ഇത് വേണ്ട. ചട്ടമ്പി സ്വാമി വെള്ള വസ്ത്രമായിരുന്നല്ലോ എന്ന് ചിന്തിച്ചു. പിന്നെ വടകര, അത് സിദ്ധാശ്രമത്തിലെയാണ്, അവിടെ വെള്ള വസ്ത്രമാണല്ലോ. ഞാൻ സിദ്ധാശ്രമത്തിലെ ആളല്ല. അവിടെ ഈ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാമല്ലോ. അവിടെ കുഞ്ഞുങ്ങൾ 500 ഏക്കർ പറമ്പുണ്ടല്ലോ. അങ്ങനെയുണ്ട്. ആ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അച്ഛൻ ആരാ അമ്മ ആരാ എന്ന് പറയാനും പാടില്ല. ആ കുട്ടി അവിടെ വളർത്തും. അങ്ങനത്തെ ഇഷ്ടം അദ്ദേഹത്തിനുണ്ട്. സദാനന്ദ അംശര് അങ്ങനെ അവരവിടെ ഇത് കാണുക. ഇത് കാണട്ടെ. അപ്പോൾ അത് അങ്ങനെ ഒന്നുണ്ട്. അപ്പം ഞാൻ വെള്ളവസ്ത്രം അങ്ങനെയാണ് ധരിച്ചത്. ഭരണശാലയിൽ ഇരുന്നപ്പോൾ ആരുടെ ഒന്നും സ്വീകരിക്കത്തില്ലെന്ന് പറഞ്ഞു. പൈസ സ്വീകരിക്കത്തില്ല, ആഹാരം സ്വീകരിക്കത്തില്ല, മൗനമായിരുന്നു. അപ്പോഴാണ് പലരും ധനം കൊണ്ടുവന്ന് വസ്ത്രം കൊണ്ടുവന്നപ്പോൾ, വസ്ത്രം വെള്ളി സാറിന് ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം കൊണ്ടുവന്ന വസ്ത്രം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ ഒന്നും സ്വീകരിക്കത്തില്ല. ബോർഡ് എഴുതി വെച്ചിരിക്കുന്നു, ഒരു സാധനം സ്വീകരിക്കുന്നതല്ലെന്ന് ബോർഡ് എഴുതി വെച്ചിട്ട് പോകുന്നു. അപ്പോഴായി തുണിയും കൊണ്ട് വരുന്നത്. അവസാനം സ്വീകരിച്ച് അദ്ദേഹം കരഞ്ഞു. അതിന് ശേഷം പിന്നെ ഞാൻ അദ്ദേഹം കൊണ്ടുവന്ന് വസ്ത്രം എടുത്തുകൊണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. പിന്നെ എല്ലാം സ്വീകരിച്ചു തുടങ്ങി. പിന്നെ ഓരോരുത്തർ കൊണ്ടുവന്ന് സ്വീകരിച്ചു തുടങ്ങിയപ്പോൾ അപ്പോൾ പിന്നെ ശങ്കരൻ പറഞ്ഞ് ആ അമ്മയുടെ വീട്ടിലൊന്ന് പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പോകത്തില്ല. അതല്ല സ്വാമി, അവരുടെ പേരായിരുന്നല്ലോ ഇവിടെ സ്വാമി ആദ്യം എഴുതിയിട്ടിരുന്നത്. മൗനൂർന്ന് കയറി അതിന് അഭ്യസിച്ച് പോയി സമാധിയായി പോയാൽ പോയില്ലയോ, പിൻഗാമി ഇല്ലല്ലോ. അതുകൊണ്ട് അവരുടെ സ്ഥാനത്ത് ഞാനായി പോയിരുന്നത് എനിക്കത് ദോഷമായി ഭവിക്കരുത്. അങ്ങനെ നിർബന്ധിച്ച് അവരുടെ വീട്ടിലൊന്ന് പോയി. ഈ ദേശത്ത് ആദ്യമായിട്ട് ശങ്കരാനന്ദൻ ഒരു ഭവനത്തിൽ പോകുന്നത് ആ അമ്മയുടെ വീട്ടിലാണ്. ഞാനും അവിടെ പോകേണ്ട കാര്യമില്ലല്ലോ, അവരിവിടെ വരുന്നതും ഇല്ലല്ലോ. അപ്പം ഞാൻ തീരുമാനിച്ചു. ഒരു ദിവസം ഞാൻ ശങ്കരൻ എന്നോട് പറഞ്ഞു, സ്വാമി എനിക്ക് ആ ദോഷം വരും, അത് പാടില്ല. ഈ കാവ്യയുടെ ചോദിച്ചോട്ടായി പറയുന്നതേ. അപ്പോഴേ എന്ന് പറഞ്ഞു. ഒരു ദിവസം ഭയങ്കര മഴ, നമ്മളെ വണ്ടി കിടപ്പുണ്ട്, പക്ഷേ ഡ്രൈവറില്ല, അവൻ കൊട്ടാരക്കരയും. അപ്പോൾ വാ തീരുമാനിച്ചതാ, ഓട്ടോ വിളിച്ചാലും പോകുന്നു. അങ്ങനെ ഓട്ടോ അവിടെ അവരുടെ വീട്ടിൽ ക്ഷേത്രമൊക്കെ ഉണ്ട്.
അപ്പോൾ അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവർ ആ ക്ഷേത്രത്തിൽ ഇരിക്കുക. അവർ പൂജയൊക്കെ അറിയാവുന്നതാണ്, നന്നായിട്ട് പ്രസംഗിക്കും. അപ്പോഴേ നീ ചെന്ന ഉടൻ തന്നെ അമ്മ ഉണ്ട്, അവിടെ അമ്മയുണ്ട്. ഒരു 10, 85, 90 വയസ്സിനകത്ത് കാണും. ഇല്ലേ ചങ്ങനാണ്? കാണും, 90 വയസ്സ് കാണും. അവർ പ്രതീക്ഷിച്ചല്ലോ ചെല്ലുമെന്ന്. ശങ്കരൻ ഈ ദേശത്ത് വന്നെങ്കിൽ ആ ഒരു വീട്ടിൽ മാത്രമേ പോയിട്ടുള്ള ഒറ്റ ഭവനത്തിൽ പോയിട്ടില്ല. ഇവിടെ ചരിത്രം മൊത്തം അറിയുകയും ചെയ്യില്ല, മൊത്തം പഠിച്ചിട്ടുണ്ട് സാഗരത്. അപ്പോൾ അങ്ങനെ അവിടെ ചെന്നു, അവൾ ഓടി വന്ന് കൈക്ക് പിടിച്ച് അങ്ങോട്ട് കയറ്റി അവിടെ ഇരുന്നു. അതിനുശേഷം പിന്നെ ശങ്കരായിരുന്നു കുറേ സംസാരിച്ച് ഞാനൊരു ഇത്തിരി പൈസ അമ്മയുടെ കയ്യിൽ കൊടുത്തു. അമ്മ പാല് വാങ്ങിച്ചു വിറ്റു എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് തിരിച്ച് അവിടെ നിന്ന് തന്നെ ഒരു 1/4 മണിക്കൂർ അവിടെ ഇരുന്ന് കാണും. തിരിച്ച് പോരുകയും ചെയ്തു. ഇനി സ്വാമി ഒരു ഭവനത്തിലും പോകാൻ ഞാൻ പറയത്തുമില്ല, സ്വാമി പോവുകയും വേണ്ട. അപ്പൊ അത് പഠിച്ചേ. ഇനി എന്താ കേട്ടോ സ്വാമിജി, അങ്ങയുടെ ഇത്രയും വർഷത്തെ ഒരു അനുഭവം ഉണ്ടല്ലോ, അതായത് മൗനമായിട്ടിരുന്നിട്ടുണ്ട്, ഏകാന്തതയിൽ വസിച്ചിട്ടുണ്ട്, ഗുഹയ്ക്കകത്ത് തന്നെ മൗനത്തിലും കുറെ വർഷങ്ങൾ ഇരുന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ലഭിച്ച കുറെ അനുഭവങ്ങളുണ്ടല്ലോ, അങ്ങയുടെ ഈ മൗനത്തിലൂടെയും ഈ ഏകാന്തതയിൽ വസിച്ച് കിട്ടിയ ഒരു അനുഭവം, അത് വേറെ ആർക്കെങ്കിലും പകർന്നു കൊടുക്കണം എന്ന് അങ്ങ് ആഗ്രഹിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും വേണമല്ലോ. ഇത് അതായത് എന്നെ എന്തിനിങ്ങോട്ട് വിട്ടു, ആരാ വിട്ടത്? ഞാൻ വരുന്നത് ഋഷിമണ്ഡലത്തിൽ നിന്നാണ് വരുന്നത്. ഋഷിമണ്ഡലം എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടോ? ഇല്ല, പറയും. ഋഷിമാര് സമ്മേളിക്കും. അവർക്ക് ചിരഞ്ജീവികളാണ് അവർക്ക് മരണമില്ല. ഇപ്പം അശ്വത്ഥാമാവിന് മരണമില്ല, ചിരഞ്ജീവിയ. പൊട്ടി ഒടിച്ച് നടക്കുന്നു ഭഗവാൻ തന്നെ പറഞ്ഞു. നീ പൊട്ടി ഒടിച്ച് പരീക്ഷിച്ച് രാജാവിനെ പരീക്ഷിച്ചെടുത്ത് അവൻ അസ്ത്രം വിട്ടു കളഞ്ഞ്. അവൻ പരീക്ഷിച്ചെടുത്തോണ്ടാ പരീക്ഷിച്ചെന്ന് പേര് വന്നത്. എന്നതുപോലെ ചിരഞ്ജീവികളുണ്ട്. അവരാണ് ഋഷിമണ്ഡലം. അവിടെ നിന്നാണ് ഞാനും വന്നത്. ഇന്നടത്ത് പോയി ഇന്ന ഗർഭത്തിൽ ജനിച്ച് ഇന്നതുപോലുള്ള പ്രവർത്തികൾ ചെയ്തിട്ട് വേണം നീ ഇവിടെ വരേണ്ടുന്നത്. പെട്ടെന്ന് ആർക്കും കയറി ഒന്നും ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ ഇവിടെ മിക്കവാറും ഋഷിമണ്ഡലമുണ്ട്. ഈ കഥ അടയ്ക്കാറാണ് ഞങ്ങൾ പോകുന്നത്. പോയിട്ടുണ്ട്, അടയ്ക്കാറില്ല, അടങ്ങിപ്പോകും. എന്തെല്ലാം സാധനം ഇരിപ്പുണ്ട്, വിലമതിക്കാത്ത ഗ്രന്ഥങ്ങൾ ഇരിപ്പുണ്ട് ഇവിടെ. എങ്ങും കിട്ടത്തില്ല വിലയ്ക്ക് വാങ്ങിക്കാൻ. ഞങ്ങളുടെ പുസ്തകങ്ങളെല്ലാം ഉണ്ട്, ബൈബിളുണ്ട്, ഖുറാനുണ്ട്, എല്ലാം ഉണ്ട്. ബൈബിൾ കൂടിയ ബൈബിളാണ് ഉള്ളത്, ഖുറാനുണ്ട്, മലയാളത്തിലുള്ളതാണ്. അപ്പം അതിന് അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം. അർഹതയില്ലാത്തവർക്ക് കൊടുത്താൽ അത് ദോഷമായി ഭവിക്കും. എനിക്കതങ്ങനെ അനുഭവം ഉണ്ടായി. ഞാൻ പെട്ടെന്ന് മഹാസമാധിയായി പോകും എന്ന് കണ്ടിട്ടാണ് എല്ലാവർക്കും മന്ത്രദീക്ഷ കൊടുത്തത്. പക്ഷേ അതിൻ്റെ ഒരു കോണ് മാത്രമേ കൊടുത്തുള്ളൂ. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപുരം, അനാഗതം, വിശുദ്ധി, ആജ്ഞ, 6 ആധാരം വന്നു. അടുത്തത് എന്തോ ഉള്ളത് പറ, അറിയട്ടെ. അറിയാമല്ലോ, അറിയാം. സഹസ്രകാരവട്ടം, മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപുരം, അനാഗതം, വിശുദ്ധി, ആജ്ഞ. ഈ ആജ്ഞ എന്ന് പറയുന്നതാണ് സഹസ്രകാരപത്മം. എന്താ ഈ സഹസ്രകാരപത്മം എന്ന് പറഞ്ഞത്? അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1000 ദളങ്ങളോട് കൂടിയ താമരയാ. ഈ താമര എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ താമര എന്ന് പറയുന്നത് 1000 കണ്ണുകളാണ്. ഒരു സൂര്യൻ ഉദിച്ച് നിന്നിട്ട് അതിൻ്റെ പ്രകാശം എത്ര ഉണ്ട്? അപ്പോൾ 1000 സൂര്യന്മാർ ഒരുമിച്ച് ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും? നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല. ഓരോ എതളും ഓരോ കണ്ണാണ്. അപ്പോൾ 1000 കണ്ണാണ്. അപ്പോൾ ഒരു യോഗപീഠത്തിലിരിക്കുന്നതാണ് അത്രയും പ്രകാശം ഉണ്ടാകുന്ന. അവിടെ സിദ്ധി കാണിക്കാൻ പാടില്ല. അത് അവനെ വഴിതെറ്റിക്കും. പക്ഷേ അവനിതൊന്നും ബന്ധമല്ല.
ചക്ക അരക്കും മെഴുക്കും പോലിരിക്കും. മുളഞ്ഞ് കയ്യിൽ മെഴുക്ക് തൂത്തുകൊണ്ട് വേറെ പിടിക്കുമോ? അതുപോലെ ആയിരിക്കണം ഇത്. അവിടെ ഇതൊന്നും ബാധകമല്ല. എന്തെല്ലാം പറഞ്ഞായിരുന്നാലും അത് ബാധകമല്ല. ഇപ്പം അത് മനസ്സിലായല്ലോ. അപ്പോൾ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഗതം, വിശുദ്ധി, ആജ്ഞ. ഇനി അപ്പോൾ സഹസ്രകാര പഠനവും വന്നു. ഇനിയും വേറൊന്നുണ്ട്. ഇനി ഉള്ളതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഓണാന്നല്ലോ ഇത് ഇല്ലേ? അപ്പോൾ ഇനി അടുത്തതെന്ന് പറയുന്നത് മൂലാധാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവൻ ഉണ്ട്. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഗതം, വിശുദ്ധി, അങ്ങനെ ഉണ്ട്. അപ്പോൾ അവിടെ സ്ഥിതി ചെയ്യുന്ന ദേവന്മാർ, മൂലാധാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവൻ എന്ന് പറയുന്നത് ഗണപതിയാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാനം അവിടമാണ് മൂലാധാരം. സ്വാധിഷ്ഠാനത്തിലെ ബ്രഹ്മാവും സരസ്വതിയാണ്, അത് ലിംഗസ്ഥാനമാണ്. മണിപൂരകം എന്ന് പറയുന്നത് പുക്കിൾ സ്ഥാനമാണ്. അവിടെ മഹാവിഷ്ണുവും ലക്ഷ്മിയാണ്. പിന്നെ മണിപൂര അനാഗത. വിശുദ്ധിയിൽ പരമശിവനും പാർവതിയാണ്. പിന്നെ അടുത്ത ആജ്ഞ. ആജ്ഞ ഇവിടെ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരം, അനാഗതത്തിൽ പരമേശ്വരനും പാർവതി. വിശുദ്ധിയിൽ മഹേശ്വരനും മഹേശ്വരിയും. പിന്നെ അടുത്ത ആജ്ഞ. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരം, അനാഗതം, വിശുദ്ധി, ആജ്ഞ. ഷടാധാരങ്ങളാണ്. ആജ്ഞയിൽ വരുന്നത് പരമേശ്വരനും പാർവതി. അതിൻ്റെ മുകളിലാണ് സഹസ്രാര പത്മ. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രാണനുണ്ട്. അത് വലിയ പ്രധാനപ്പെട്ടതാണ്. പ്രാണൻ അത് നിങ്ങളാരും കേട്ടിട്ടില്ലാത്തതാണ്. അത് പറയാൻ വന്നു. പ്രാണൻ. ഈ പ്രാണന് എത്ര വിധമുണ്ട്? പൂജ ചെയ്യാറുണ്ട്? ഇല്ല. പൂജയുടെ ഇഷ്ടമാണെന്നു അതും ഇല്ല. എങ്ങനെ കേൾക്കട്ടെ? അതൊന്നും ഇല്ല. പോട്ടെ. അപ്പോൾ ദേവന്മാരുണ്ടോ? പറ. അതേ ഗുരു മാത്രമേ ഉള്ളൂ. പറഞ്ഞു പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. പഠിക്കാമല്ലോ. ഇവിടുന്ന് ഞാൻ പറഞ്ഞു തരാമല്ലോ. അല്ല, ഗുരു തന്നെയാണ്. ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരുദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ഗുരു. ഇവിടെ അത് ശരിയല്ലോ. ശരിയില്ലേ? എല്ലാം ഗുരുവാണ്. ഇനി ഇവിടെ എത്ര ദൈവങ്ങളുടെ പടവിരിപ്പുണ്ട്? കണ്ടില്ല. ഇതിനകത്തുണ്ടോ? ഇല്ല. പുറത്തുണ്ടോ? ഇല്ല. എന്നാൽ ഇവിടെ തുല്യ നാമം എന്താ? ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ. ശരിയില്ലേ? അതെന്തിനാ ശരിയത്? അത് താഴ്ന്ന ഒരു പടിയാണ്. തമസോമ ജ്യോതിർഗമയ എന്ന് പറഞ്ഞു, മൃത്യോർമ അമൃതഗമയ എന്ന് പറഞ്ഞു. ആ മന്ത്രം വലിയ മന്ത്രമാണ്. അവസാനം പറഞ്ഞത് ഓം സ്വപ്രകാശാനന്ദായ ഗുരുവേ നമഃ എന്ന് വെച്ചു. നമഃ എന്ന് പറയാൻ പാടില്ല. അവിടെ അണ്ടർസ്റ്റുഡാണ്. ഹ എന്നേ പറയാതെ. ചിലർ നമഃ എന്ന് പറയും. ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം ഒക്കെ ജപിക്കുന്നു. നമഃ 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 എന്ന് കയറി അങ്ങ് പറയും. അതൊക്കെ തെറ്റാണ്. അക്ഷരങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ശബ്ദം വന്നില്ലെങ്കിൽ അതൊക്കെ അതിനെന്താ പറയുക, ഈ അവസരഹിതമായിട്ടുള്ള അത് തെറ്റ് തന്നെയാണ്. അത് ദോഷമായി ഭവിക്കും, തിരിച്ചടിക്കും. ശബ്ദങ്ങൾ കണ്ടില്ല. ഞാൻ നാരദൻ്റെ കഥ പറഞ്ഞില്ലേ? പിന്നെ അയാൾ ചുമരെ പാടിക്കഴിഞ്ഞപ്പോൾ പെണ്ണുങ്ങളെല്ലാം സൗന്ദര്യവതികളായി. പഴയ രൂപത്തിൽ വന്ന പെണ്ണുങ്ങളല്ല, സംഗീത ദേവതമാരല്ല. കണ്ടോ? അപ്പം അവർ തെറ്റ് പാടിയപ്പോൾ അത് ലോകത്തിന് ആ ദേവന്മാരെല്ലാം എല്ലും തോലും ആയിക്കഴിഞ്ഞു. നല്ല രീതിയിൽ സ്വരം മാധുര്യം മുൻപ് അവരോണം കണ്ടില്ലേ? അപ്പൊ ഇവിടുന്ന് താഴെ നിന്ന് മുകളിലോട്ട്, മുകളിൽ നിന്ന് താഴോട്ട്. ഞാനിതൊരു പഠിച്ചു വരും. ഇതൊക്കെ എങ്ങനെ വന്നു തരുന്ന ആർക്കറിയാവുക? ഇതൊക്കെ എങ്ങനെയാന്നുള്ളതാ. ഈ സംസ്കൃതം അറിയാമോ?
എനിക്ക് വല്ലതും അറിയോ? ഒന്നും അറിയത്തില്ല. ഇനി പ്രാണനെ ആ വേദങ്ങളെ പറ്റി ചോദിച്ചല്ലോ, 4 പറഞ്ഞു. ഇനി ഞാൻ ഈ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനോടെ കുറേ ബ്രാഹ്മണരിൽ നിന്ന് ചോദിച്ചു, നിങ്ങളുടെ ചെക്കിൽ എത്ര ആട് എന്നൊരു ചോദ്യം ചെയ്തു. നിങ്ങളുടെ ചെക്കിൽ എത്ര ആട് എന്ന് പറഞ്ഞ എൻ്റെ ആശയം മനസ്സിലായോ? 4 വേദങ്ങൾ, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. പിന്നെ ഒരെണ്ണം ഞാൻ പറഞ്ഞു ധനുർവേദം എന്ന് പറഞ്ഞു. അത് അങ്ങനെ ഒന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 6 ശാസ്ത്രം ഏതൊക്കെയാ? പിന്നെ ശിക്ഷ, ഛന്ദസ്, വ്യാകരണം, നിരുക്തം, ജ്യോതിഷം, കൽപ്പം. അത് 6 ശാസ്ത്രം. ഇപ്പം അത് മനസ്സിലായത്. ഇനി പ്രാണൻ, നേരത്തെ പറഞ്ഞു എത്ര ശാസ്ത്രജ്ഞ ഒരു ദിവസം അറിയാമെന്ന്. നമ്മൾ നടക്കുന്ന കാര്യം നമുക്ക് അറിയാമെന്ന് പറഞ്ഞാൽ എന്തൊരു ഏർപ്പാട്, നാണക്കളല്ലേ. നമ്മൾ ശാസ്ത്രത്തിൽ ദിവസം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ 1 മിനിറ്റിൽ എത്ര നോക്കണം എന്ന് ഞാൻ പറയാത്. അപ്പോൾ കാരണം ഞാൻ എല്ലാവരും ദാസനായതുകൊണ്ടായി പറയുന്നേ, അല്ലെങ്കിൽ പറയാനൊക്കത്തില്ല. ഞാൻ നിങ്ങളുടെ ആരെയും ഗുരുവല്ല കേട്ടോ, ഇല്ല, ദാസനാണ്, എല്ലാവരുടെയും ദാസൻ. 84 ലക്ഷം ജീവികളുടെ ദാസൻ. ആ രീതിയിലാണ് എൻ്റെ ഭാവം പോകുന്നത്. അവിടെ പിന്നെ ദേഷ്യമോ മറ്റു ഒന്നും പാടില്ല. ചിലപ്പോൾ വന്ന് പോവും, അത് വരുന്നവരുടെ സ്വഭാവം അനുസരിച്ചായിരിക്കും ഇത് പോകുന്നത്. അപ്പോൾ പ്രാണൻ, അപാനൻ, സമാനൻ, ഉദാനൻ, ധ്യാനൻ, 5 പ്രാണൻ. 5 പ്രാണൻ അവരുടെ നമ്മുടെ ശരീരത്തിൽ ഏതെല്ലാം ഭാഗത്ത് സ്ഥിതി ചെയ്യുമെന്ന് അറിയണം. 5 പ്രാണൻ. ഇനി അതിൻ്റെ ഉപപ്രാണനുണ്ട്. അത് നാഗൻ, കൂർമൻ, കൃകരൻ, ദേവദത്തൻ, ധനഞ്ജയൻ. അപ്പോൾ 5 ഉപപ്രാണനുണ്ട്. അവൻ മൊത്തം പ്രാണൻ 10. അതിൽ അതിൽ പ്രധാനമായിട്ട് ഈ 5 വരെ എടുക്കുന്നു: പ്രാണൻ, അപാനൻ, സമാനൻ, ഉദാനൻ, ധ്യാനൻ. അതിൽ പ്രാണൻ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഓടി നടക്കും. അയാളുടെ ജോലി അതാ. ഈ പ്രാണൻ എല്ലായിടും ഓടി നടക്കുന്നു പ്രാണൻ. അത് കഴിഞ്ഞിട്ട് പ്രാണൻ, അപാനൻ്റെ സ്ഥാനം മൂലാധാരമാണ്. അദ്ദേഹത്തിൻ്റെ ജോലി എന്താണെന്നറിയാമോ? നല്ല കറിയായിരുന്നു, ഇച്ചിരി ഉപ്പ് കൊടുക്കും, ഇച്ചിരി കരിഞ്ഞു പോയല്ലോ, ഇച്ചിരി വെള്ളം തോന്നും, ഇച്ചിരി കൂടി ഇതിന് നന്നായിരുന്നു. നല്ല മധുരമാണ്, നല്ല പപ്പടമോ, നല്ല ദോശ, നല്ല ഇഡലി, ചപ്പാത്തി ഗംഭീരമായിരുന്നു. അപ്പം നന്മയും തിന്മയും എരിയും പുളിയും മധുരയും ചവർപ്പും ഇതെല്ലാം അറിയിക്കുന്ന ജോലി ആരാ? അപാനൻ്റെ ജോലിയാണ്. അങ്ങനെ ഇവിടെ മൂലാധാരത്തിലാണ്. ഇപ്പോൾ മനസ്സിലായി. ഇത് ഓൻ ചെയ്തല്ലേ കേട്ടോ? എല്ലാവരും പഠിക്കട്ടെ. ഇതിപ്പോൾ എല്ലാവരും കിട്ടുന്നതല്ലല്ലോ. കിട്ടുന്നില്ല. അപ്പോൾ അടുത്തത് സമാനന്റെ സ്ഥാനം എന്ന് പറഞ്ഞത് ഹൃദയസ്ഥാനമാണ്. ഹൃദയസ്ഥാനം. അദ്ദേഹത്തിൻ്റെ ജോലി രക്തം പല വഴിക്ക് വിടുക. വാൽവ് അടയുന്നു, തുറക്കുന്നു, അടയുന്നു, തുറക്കുന്നു, രക്തത്തിൻ്റെ സർക്കുലേഷൻ നോക്കുന്ന ജോലിയാണ് അത്. അതിൻ്റെ ഇരിപ്പടകൂടാ ഹൃദയസ്ഥാനം. അത് പ്രാണൻ, അപാനൻ പറഞ്ഞു, സമാനനും പറഞ്ഞു. ഇനി അടുത്തത് പറഞ്ഞു. ധ്യാനം പറഞ്ഞില്ല. പ്രാണൻ ശരീരത്തിൽ മൊത്തം ഭാഗത്തും അവിടെ നടക്കുന്നത് 1. പിന്നെ പ്രാണൻ, അപാനൻ മൂലാധാരത്തിൽ എരിവുടുകൾ പറഞ്ഞു. അപ്പൊ പ്രാണൻ, അപാനൻ. സമാനൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഹൃദയസ്ഥാനമാണ്. അവിടെ ഇരുന്നുകൊണ്ടാണ് രക്തം എല്ലായിടത്തേക്കും വ്യാപിപ്പിക്കുന്ന ആളാണ്. അത് ആ പ്രാണൻ. ഇനി അടുത്തത് ഉദാനനാണ്. ഉദാനൻ തൊണ്ടക്കുഴിലാണ്. നമ്മൾ വായിലിട്ട് ചവച്ചരച്ച്
എല്ലാം റെഡിയായിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിനെ താഴോട്ട് ഇറക്കുന്നതാണ്. തെളിയിന് താഴോട്ട് ഇറക്കുന്നത് ഉദാനന്റെ ജോലിയാണ്. അപ്പൊ അത് മനസ്സിലായോ? ഉദാനൻ. ഇനി അടുത്ത പ്രാണം ഏതാ? വ്യാനൻ. വ്യാനൻ എന്ന് പറയുന്നത് നട്ടന്റെ ഭാഗത്താണ് അയാളുടെ സ്ഥിതി. നട്ടന്റെ മധ്യഭാഗത്താണ്. അദ്ദേഹത്തിന്റെ ജോലി ജീവന്റെ, അതായത് പ്രാണൻ, നമ്മുടെ ശരീരത്തിൽ ഓടിക്കൊണ്ടുന്ന പ്രാണനുണ്ട് ജീവൻ. അദ്ദേഹത്തിന്റെ കാര്യങ്ങള് വേണ്ട വിധത്തിൽ ആ ആ അല്ല ആ ഇവിടുത്തെ ഒരു ഭക്തനാ, ശിഷ്യനുമായിട്ടാണ് നടക്കുന്നത്. ഞാൻ ഒരു ശിഷ്യനൊന്നുമല്ല, ഞാൻ നിങ്ങളുടെയൊക്കെ എന്ന് പറയും. ഞാൻ ഇത് നിങ്ങൾക്ക് തോന്നും സ്വാമിയുടെ വിനയം കൊണ്ട്. വിനയൊന്നുമില്ല. ചിലപ്പോൾ ദേഷ്യം വരും. ഈ ദേഷ്യം രണ്ട് രീതിയാണ്. മറ്റേ ചോദിക്കണേ വിട്ടുപോലെ രണ്ട് രീതിയാണ്. ദേഷ്യപ്പെട്ട് അനുഗ്രഹിക്കുന്നു, വിനയം അത് പിന്നെ വ്യാനൻ നട്ടന്റെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. നട്ടന്റെ ഭാഗത്താണല്ലോ സ്ഥിതി ചെയ്യുന്നത്. ഈ ഇടയ്ക്ക് വിട്ടുപോകുന്ന കണ്ടോ? നട്ടന്റെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആള് ജീവന്റെ വാസനാഗുണം അനുസരിച്ച് വിവരങ്ങൾ ധരിപ്പിക്കുന്ന ജോലിയാണ് അദ്ദേഹത്തിനുള്ളത്. ജീവന്റെ വാസനാഗുണം, ജീവന്റെ ആഗ്രഹം അനുസരിച്ച് എല്ലാം പറഞ്ഞു കൊടുക്കും. ആ പോകുന്നത് ആരാ? പെണ്ണാന്നോ ആണാന്നോ? അവൾ ഏത് വസ്ത്രം ധരിച്ചാലും അവൻ ഏത് വസ്ത്രമാണ്, അവൻ എങ്ങോട്ട് പോകുന്നു, ഏത് ദിക്കിൽ പോകുന്നു, ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്ന ജോലിയാണ് വ്യാനൻ. എന്നിട്ട് ഈ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജീവൻ നമ്മുടെ ശരീരത്തിൽ പോയി കഴിഞ്ഞാൽ ഈ പ്രാണൻ പോകത്തില്ല. ഇത് ശരീരത്തിൽ തന്നെ നിൽക്കും. കാവ്യ എടുത്തുകൊണ്ടൊരു മരണ വീട്ടിൽ ആൾക്കാർ പോകാൻ പാടില്ല. കാവ്യായിരിക്കണം. ഇതിപ്പോൾ കാവ്യല്ല. ആണോ? അല്ല, കളറാ. മാധവ എടുത്തേക്കുന്ന കാവ്യ. അങ്ങനെ ഒരു സ്വാമി എടുത്തേക്കുന്ന കാവ്യല്ല, അതും കള്ളറാ. ഇതും കാവ്യല്ല, കളറാ. അപ്പോൾ കാവ്യ കണ്ടു കഴിഞ്ഞാൽ ഈ പ്രാണിന് വെപ്രാളമാണ്. അവിടെ കിടന്ന് ഓടും, എങ്ങോട്ട് പോകണമെന്നുള്ള വെപ്രാളം. അതുകൊണ്ടാണ് കാവ്യ അഗ്നിയുടെ പ്രതീകമായിട്ടാണ് കാവ്യെ കാണുന്നത്. അതാണ് അഗ്നിയെ സാക്ഷി നിർത്തി നിന്റെ കുലവേത്, നിന്റെ നാടേത്, നീ ജാതി ചോദിക്കാൻ പാടില്ല, ജാതി പറയാൻ പാടില്ല, ദേശം പറയാൻ പാടില്ല, ഇതൊന്നും പാടില്ല. കുലം ചോദിക്കാൻ പാടില്ല. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു, നിങ്ങളുടെ ജാതി ഏത് എന്നൊന്നും ചോദിക്കാൻ പാടില്ല. എല്ലാവരും എൻ്റെ ബന്ധുക്കളാണ്, അല്ലെ എല്ലാവരും എൻ്റെ കുഞ്ഞുങ്ങളാണ്, ഞാൻ അമ്മയാണ് എന്ന ആ ഭാവത്തിലായിരിക്കണം. അല്ലെ ഞാൻ അച്ഛനാണ്, ആ ഭാവത്തിലായിരിക്കണം ഇത് സ്വീകരിക്കുമ്പോൾ. അപ്പോൾ ഈ പ്രാണൻ ഇങ്ങോട്ട് ഓടും. 5ാമത്തെ ദിവസമാണ് അയാൾ ഇവിടുന്ന് പോകുന്നത്. കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഈ പ്രാണൻ ഈ ശരീരത്തെ അളിയിപ്പിക്കുന്ന, ജീവിപ്പിക്കുന്ന ജോലിയാണ് ഇയാൾക്കുള്ളത്. ജീവിപ്പിക്കുന്ന ജോലി അല്ല, ഈ ജീവിക്കുന്ന ജോലി 5ാമത്തെ ദിവസം അയാൾ പോയി. അത് ഈ 5ാമത്തെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ 5ാമത്തെ ദിവസം ആ കുഴിച്ചിട്ട സ്ഥലത്ത് ഈ മണ്ണ് വിണ്ടു കീറും. ഈ പ്രാണം പോകുന്നതാണ്. അപ്പോൾ ദഹിപ്പിക്കുമ്പോൾ എങ്ങനെ പോകും? അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദഹിപ്പിക്കുമ്പം ഇടം മുറിയാന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? പെട്ടെന്നൊരു സൗണ്ട് കേൾക്കും. ഭയങ്കര സൗണ്ടിൽ അയാൾ പോകുന്നത്. നട്ടൽ പൊട്ടിക്കീറി അങ്ങ് പോകുമല്ലോ, ഭയങ്കര സൗണ്ടാ. അപ്പോഴയാൾ പോകുന്നത്. ഇനി സമാധി ഇരിക്കുന്നത്, സന്യാസിമാരെ സമാധി ഇരുത്തുക, അവർക്കും പോകാനൊരു ഏർപ്പാടുണ്ട്. നടുക്ക്, ഈ കോൺക്രീറ്റിന് നടുക്ക് പിന്നെ ഒരു ചെറിയ ദ്വാരമുണ്ട്. നിത്യ പൂജയുണ്ട് അവിടെ. അപ്പോൾ തീർത്ഥമൊക്കെ ആ ചെലുതി ചെല്ലും, ഈ ശവത്തിൻ്റെ സ്ഥലേ ചെല്ലും. ചെല്ലുമ്പോഴേ അവിടെ ചെല്ലു പറയും സമാധിയാകാന്ന് പറഞ്ഞ തല പൊട്ടിക്കീറി പോവുക. അതിന് ചില ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയിട്ട് നാരായണ സ്വാമിയുടെ തലയിൽ തേങ്ങ അടിച്ച് പൊട്ടിച്ചാന്ന് പറയും. എന്ന അബദ്ധമൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ സന്യാസി തല പൊട്ടി ചാകണമെന്ന് അതൊരാഗ്രഹമാണ്. സന്യാസി എവിടെ കിടന്ന് എങ്ങനെയോ സമാധിയാകട്ടെ, ഈ തല പൊട്ടി പോകണം എന്ന് പറയുന്നത് തെറ്റ്, ആത്മഹത്യയാണ്. അത് പാടില്ല. തല പൊട്ടി പോകണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹമില്ലേ,
ആ ആഗ്രഹം പാടില്ല. ഒന്നിനോടും ആഗ്രഹമില്ല, യാതൊന്നിനോടും ബന്ധമില്ല, ഒന്നിനും പറ്റുമാനം ഇല്ലാത്ത ആ അവസ്ഥ എപ്പോഴുണ്ടാകും അപൂർണമാണ്. അവൻ്റെ ഡ്യൂട്ടി തീർന്നു. പറഞ്ഞു തരുന്നത് അതിന് തുടർച്ചയല്ലേ ഇനി വരുന്നത്. ആ. ആന്നല്ലോ. അപ്പം പിന്നെ സന്യാസിമാർ സമാധി ഇരിക്കുമോനെ ഇരിക്കെ ഇങ്ങോട്ടിരുന്നു, നീ ഇങ്ങോട്ടിരുന്നു, ഇവിടെ ഇരുന്നു. ആ അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴേ അല്ല, ഈ സന്യാസിമാർ സമാധിയാകുമ്പോഴേ ആ കോൺക്രീറ്റിൻ്റെ മധ്യഭാഗത്ത് ഒരു ദ്വാരം ഇടും. ഉം. ദ്വാരം എന്ന് പറഞ്ഞാൽ വാഴപ്പിണ്ടി ഏതെങ്കിലും ആയിരിക്കും വെക്കുന്നതേ. ഉം. അത് പിറ്റേ ദിവസം അങ്ങ് എടുത്ത് കളയാം. അവിടെ നിത്യവും അവിടെ പൂജയുണ്ട്. ഒരു മണ്ഡലം അവിടെ പൂജയാണ്. ആ. 41 ദിവസം അവിടെ പൂജ ഉണ്ടാവും. മണ്ഡലം എന്ന് പറഞ്ഞാൽ അറിയാവില്ല, 41 ദിവസം അവിടെ പൂജയാണ്. അപ്പോൾ ആ തീർത്ഥം അവിടെ ചെല്ലുക. അപ്പോൾ യഥാർത്ഥമായ സമാധി അല്ലെങ്കിൽ ഈ വ്യാന് അതിലേക്കിടെ പോകും. ആ. മനസ്സിലായല്ലോ? ഉം. അതിലേക്കിടെ കയറി പായ്ക്ക് വഴിയുണ്ടല്ലോ, കുഴിച്ചിടുകയാണെങ്കിൽ അവിടെ വീണ്ടും കയറും ഭൂമി. അങ്ങനെ അപ്പൊ അത് മനസ്സിലായി. ആ ഇനി എന്താ ചോദിച്ചാട്ടോ? സ്വാമിജി നേരത്തെ ആ. അങ്ങ് ഋഷിമണ്ഡലത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ, പറഞ്ഞ് അത് കുറച്ചുകൂടി ഒന്ന് വിശദീകരിക്കാമോ? ഋഷിമണ്ഡലം. ഋഷിമണ്ഡലം അവർ ചിരഞ്ജീവികളാണ്, ഋഷിമാരാണ്. ഇപ്പൊ സൂര്യമണ്ഡലം, ചന്ദ്രമണ്ഡലം, ഇതുപോലെ മണ്ഡലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, ആവശ്യം പോലെ. അപ്പോ ആ മണ്ഡലത്തിലേക്ക് പോകുമ്പോഴേ ആ ഋഷിമണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേകത. ഇവിടെ മിക്കവാറും ഇത് കൂടാറുണ്ട്, മിക്കവാറും ഋഷിമണ്ഡലം ഇവിടെ കൂടാറുണ്ട്. ഞാനിവിടെ ഒറ്റയ്ക്ക് കിടന്നിട്ടുണ്ട്. ഈ പാമ്പ് എല്ലാം കയറി വരും, എലി ചാടി എൻ്റെ ദേഹത്ത് വീഴും. അപ്പുറത്ത് മുറിയിലായിരുന്നു കിടക്കുന്നത്. അന്നേരം അവനെ രാജാമ്പാലെ കാണുന്നത്, അവനൊരു ചീറ്റി അങ്ങ് പോകും. ഈ എലിയെ തല്ലിക്കൊല്ലും ഞാൻ. പിന്നെ തല്ലിക്കൊല്ലിയൊന്ന് അയാളെ പിടിക്കാനല്ല അയാൾ വരുന്നത്. തല്ലിക്കൊന്ന് എടുത്ത് കളയുന്ന എങ്ങോട്ടാ? ഇവിടുന്ന് നടന്ന് ഞാൻ അങ്ങ് കയറണം. അവിടെ കൊണ്ടുവന്ന് കളയും. കുഴിച്ചിടാൻ തന്നെ കൊണ്ടൊക്കത്തില്ല, അങ്ങ് കൊണ്ടുപോകും. ഈ രാജാമ്പാലെ പോയ വഴിക്കാ ഞാനും പോകുന്നത്, അയാളുടെ കൂടെ പോകുന്നത്. അവിടെ കൊണ്ട് കളഞ്ഞാ വരുന്നത്. അപ്പോൾ ഋഷിമണ്ഡലം എന്ന് പറയുന്നത് ആ ഋഷിമാര് ഒരുമിച്ച് കൂടി തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. അതായത് ഇനി അതിന് മറ്റൊരു ഉദാഹരണം കൂടെ പറയാം. വസിഷ്ഠ മഹർഷി, വസിഷ്ഠൻ ആരാന്നറിയാം? ആരാ? സപ്തർഷി എന്നല്ല, വസിഷ്ഠന് കൊട്ടാര ഗുരുവായിരുന്നു. ഏത് കൊട്ടാര? ശ്രീരാമന്റെ കൊട്ടാരത്തിലെ ഗുരുവായിരുന്നു വസിഷ്ഠൻ. അതേ ഒരു വലിയ യാഗം നടത്തി. അവിടെ ഋഷിമാർക്ക് കുളിക്കാതെ എവിടെ നിന്ന് ഗണേശപുരിക്ക് മുകളിലാണ് 46 കുണ്ടുകളുണ്ടാക്കി. കുണ്ടെന്ന് പറഞ്ഞാൽ കുളം, കുഴികൾ, ചൂട് വെള്ളം, തണുത്തത് അരി അന്നേരം ഇട്ട് അതേ ഊറ്റിയെടുക്കാം ചോറായിട്ട്. അത്ര ചൂടുള്ളത്, ഭയങ്കര തണുപ്പുള്ളത്, ഇളം ചൂട്, ഏത് രീതിയിലാണ് കുളിക്കേണ്ടത് എന്നുള്ള ആ നിർദ്ദേശം അനുസരിച്ചാണ് അതേ ആ അത്രയും കുഴികളുണ്ടാക്കിയത്, കുണ്ടുണ്ടാക്കിയത്. അതിൽ 3 കുണ്ട് നിത്യാനന്ദ ഭഗവാൻ ശരിയാക്കി എടുത്തു. ചെല്ലുന്നിടത്ത് കുണ്ടി കുടിച്ചോ എന്ന് ചോദിക്കും. എന്നിട്ട് പറയും, ഡോക്ടർ പറഞ്ഞു കുളിക്കരുത്, പോയി കുളിക്കട എന്ന് പറഞ്ഞു വിടും. ഡോക്ടർ പറഞ്ഞ് കുളിക്കരുത്, ഭയങ്കരമായിട്ട് അസുഖമായിരിക്കുകയാണ്, അവിടെ കുളിക്കാൻ പാടില്ലെന്നാ പറഞ്ഞിരിക്കും. പെട്ടെന്ന് പോയി കുളിക്കാൻ പറയും, കുളിച്ചേച്ച് വരും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടർ പറഞ്ഞിട്ട് മല ചവിട്ട് നിന്ന് കയറരുതെന്ന് പറഞ്ഞ് പളനി പോയി തൊഴിടാ എന്ന് പറയും. പറഞ്ഞ് അങ്ങനെ ഒരുത്തം പറഞ്ഞ് അതിനും പളനി വന്ന് കയറാൻ വയ്യ. അപ്പോൾ ഒരുത്തൻ പാട്ടും പാടി, മുരുകൻ്റെ പാട്ടും ഒക്കെ പാടി കൂടെ നടക്കുക. നടന്ന് അങ്ങോട്ട് കയറി. അപ്പം അങ്ങ് മണ്ടയ്ക്ക് ചെന്നപ്പം സന്തോഷമായി. കുറച്ച് പൈസ എടുത്ത് കൈ കൊടുത്തു. ഞങ്ങളെ കൂടെ കൊണ്ടുവന്നതല്ലേ, അതാ ഇത് കൊണ്ടുപോകുമെന്നും പറഞ്ഞ് പാട്ടുകാരനെ കാച്ചു കൊടുത്തു. തിരിച്ച് ഗണേശ്വരി ചെന്നപ്പോൾ, സ്വാമി ഗണേശ്വരി ചെന്നപ്പോൾ എല്ലാം വന്ന് കാണാൻ. എങ്ങനെ ഉണ്ടായിരുന്നു ആ പാട്ടൊക്കെ? അപ്പോഴും നമസ്കരിച്ച്, സ്വാമി അന്ന് അറിഞ്ഞില്ലായിരുന്നേ. അത് തന്നെ സ്വാമി പളനി ചെന്നപ്പോഴേ പറഞ്ഞ് ദീപാരാധന കഴിഞ്ഞു പോയി, ഒന്നുകൂടെ കർപ്പൂരം കാണിക്കത്തില്ലെന്ന് പറഞ്ഞു. ഓ അന്നേരം പൂട്ടി ഇറങ്ങിപ്പോയിരുന്നു. താക്കോൽ വേണമെന്ന് ഓഫീസറെ ഏൽപ്പിച്ചു.
ക്ഷേത്രത്തിൽ ഓഫീസർ ഉണ്ടല്ലോ, അവനെ ഏൽപ്പിച്ചിട്ടു. അപ്പോഴാണ് അവിടെ ദീപാരാധന നടക്കുന്നത്. പഴനി ക്ഷേത്രത്തിൽ ദീപാരാധന നടക്കുക. എടാ കൂട്ടി തോക്കൊണ്ടെടുത്ത് ദീപാരാധന നടക്കുക. അതാരാടാ നടത്തുന്നത്? ചെന്ന് നോക്കിയപ്പം നിത്യാനന്ദ ഭഗവാൻ ആ പൂജ നടത്തുക. എന്തേലും അവിടെ വീണ് നമസ്കരിക്കുക, എല്ലാവരും എന്ത് ചെയ്യുന്നു? അങ്ങനെയുള്ള ആളായിരുന്നു നിത്യാനന്ദ ഭഗവാൻ. ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം നമ്മൾ അവിടെ ഒരാൾ പറഞ്ഞ് ചായക്കടയിൽ കയറി ചായ കുടിച്ചപ്പോൾ കാശ് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞ ഉടനെ പുറകോട്ടോട്ട് കാണിച്ചപ്പോൾ പരിപ്പാട വന്ന് മുന്നിൽ കാണിച്ചപ്പോൾ ചായയും ചെന്ന് എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന് ഏത് ഹോട്ടലിൽ ആഹാരമാണ് നിനക്ക് വേണ്ടുന്നത്? ആ ഇന്ന ഹോട്ടലിലെ വേണം. കൈ കാണിക്കുമ്പോൾ ആ ഹോട്ടലിലെ ബില്ല് സഹിതാ തരുന്നത്. കൊടുത്തു തിന്ന്. അങ്ങനെയായിരുന്നു അദ്ദേഹം. കവിൽ നിന്നാ കാശെടുത്ത് കൊടുക്കുന്നു. ഒരു പിന്നെ ഒരുത്തന് അന്ന് അടിയോടി കേട്ടിട്ടുണ്ടോ? അടിയോടി മന്ത്രിയായിട്ടിരുന്നത്, അടിയോടി PSC മെമ്പറായിട്ടൊക്കെ ഇരുന്നത് ഉണ്ടല്ലോ. അവിടെ കള്ളൻ കയറി ഭാര്യയുടെ താലിമാല എടുത്ത് ഭർത്താവ് വിറ്റ്, എന്നിട്ട് കോഴിയിറച്ചിയും എല്ലാവരും വാങ്ങിച്ച് തിന്ന് കള്ളം കുടിച്ച്, എന്നിട്ട് വേറെ അയലത്തുകാരൻ്റെ പേരിൽ കൊണ്ടത് കേസ് കൊടുത്തു. ഇവ വെച്ചോ? വെച്ചോ? ഇത് ഓൺ ചെയ്തിരിക്കാന്നോ? അപ്പം അവിടെ ചെന്ന് അപ്പം നീ ഭാര്യയുടെ മാല എടുത്ത് കള്ളും കോഴിയിറച്ചിയൊക്കെ തിന്നേച്ച് അവിടെ വേറെ ഇതിൻ്റെ പേരിൽ കൊണ്ടത് കേസ് കൊടുത്തില്ലേടാ, പോടാന്ന് പറഞ്ഞു. പിന്നെ ഒരുത്തം വന്ന് സ്വാമി സിദ്ധനാണെന്ന് കേട്ടോ, അതുകൊണ്ട് എനിക്ക് സിദ്ധി കാണണം, ശല്യം ചെയ്യാതെ ഞാനിവിടെ കിടന്നോട്ടെ, ഇനി ഞാൻ സിദ്ധി കണ്ടേ പോകത്തുള്ളൂ, വിഷമിപ്പിക്കാതെ തന്നെ നീ പോവും, ഞാൻ ഒക്കത്തിൽ നീ കാണണം. അവൻ്റെ ഇരുന്ന് കുറെ ഇങ്ങോട്ട് വാങ്ങിച്ചൊരു കുത്തിട്ട് കൊടുത്ത്, എവിടെ കാലിൻ്റെ കാലിനേരം വില കൊണ്ടതേ ചെക്കത് നിൽക്കുമോ. ഉടനെ ഡോക്ടർ അടുത്ത് ആശുപത്രിയിൽ ചെന്നപ്പോൾ പറഞ്ഞ് ഒരു ഭ്രാന്തനാ, കുത്തി അയാളുടെ ജോലി ഇങ്ങനെയൊക്കെയാ. പോലീസുകാർ അന്നേരം വന്ന് എത്രയും പാർട്ടിയും വന്ന് സ്വാമിയെ പൂക്കി എടുത്ത് അങ്ങ് കൊണ്ടുപോയി. എന്ത് ചെയ്യാനൊക്കെ കൊണ്ടുചെന്ന് അവിടെ കൊന്നവനും മൂത്രം ഒഴിക്കണം. അവര് ടപ്പ കൊണ്ട് കൊടുത്തു, നിറഞ്ഞു. പിന്നെ അതിനേക്കാൾ വലുത് കൊണ്ട് കൊടുത്തു, നിറഞ്ഞ്. വലിയ ട്രമ്മ് കൊണ്ട് വന്നിട്ട് അത് നിറഞ്ഞ്. വലിഞ്ഞില്ലയോ, ഇനി എന്തോ കൊടുക്കാനൊക്കെ. എന്തായാലും പെട്ടെന്ന് ഇതെന്തെന്ന് പറഞ്ഞു. അന്നേരം ചുവന്ന് പിടിച്ച് അങ്ങ് കോടതി കൊണ്ടുപോയി. അവിടെ ചെന്നപ്പം ദിഗംബരനായിട്ടാ നിൽക്കുന്നത്, കോണായില്ല. എന്തോ മൈറ്റായിട്ട് വിഷമിച്ചില്ല. വീണ്ടും പോലീസുകാരും വന്ന് കെട്ടു, അഴിഞ്ഞു പോവും. വീണ്ടും കെട്ടും, കഴിഞ്ഞു പോവും. വീണ്ടും കെട്ടും, അഴിഞ്ഞു പോവും. അപ്പോൾ ടൈലർ വന്ന് പറഞ്ഞു, ഞാനൊരു ലങ്കോട്ട് കൊണ്ടുവരട്ടെ, തലയാട്ടി. അവൻ കൊണ്ടുവന്ന് കെട്ടി ഇരുന്ന്. കോടതി പറയും, ഇറങ്ങി പാവം പറഞ്ഞു, പെട്ടെന്ന് പാവം പറഞ്ഞു കേട്ടോ. എന്ത് ഈ മൂത്രം ഇടുന്നു വന്നെന്നാ? എൻ്റെ വലിയ അപ്പൂപ്പനാ അത്, എൻ്റെ വലിയ അപ്പൂപ്പനാ. അതേ കാണിക്കാൻ സിദ്ധിയൊന്നും എനിക്കില്ല. ഉണ്ടോയെന്ന് എനിക്കറിയാം, ഞാൻ പരീക്ഷിച്ചിട്ടില്ല. അത് പാടില്ലല്ലോ, അത് ചെയ്യാൻ പാടില്ല. ഗ്യാസിൻ്റെ കോട്ടയം മെഡിക്കൽ കോളേജില്ല, ഓൺ ചെയ്തേ. കോട്ടയം മെഡിക്കൽ കോളേജില്ല കൊണ്ടുപോയതാരാ? ഒരു ആര്യാരാ കൊണ്ടുപോയത്, മുസ്ലിമേ. അവനെവിടെ സാധനം കൊടുത്ത് വിടുന്നത്? സാക്ഷി ചോദിക്കത്തില്ല. ഇവിടെ കൊണ്ടുവന്നിട്ട് അവൻ്റെ മോനെ അവിടെ ചുവന്ന് ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഓപ്പറേഷൻ നടത്തണം. അപ്പം എൻ്റെ സ്കോപ്പാ ഈ കുഴലിൽ കൂടെ ഇറക്കി വായിക്കെടുത്ത് താഴോട്ട് ഇറക്കി അവിടെ ചെന്ന് ഇത് ഓപ്പൺ ചെയ്യുക. അത് പഞ്ചിങ് ആണിത്. എന്നിട്ട് ഈ നൂല് കൊണ്ട് ടോൻ കൊണ്ട് കെട്ടി മുറുക്കുന്നതാ പണി. ഇപ്പോൾ ബ്ലഡ് പോകുന്ന ബ്ലീഡിങ് ഉണ്ടാവുന്നാ പറയുന്നത്. ഞാൻ പറയും ബ്ലീഡിങ് ബ്ലീഡിങ് ഒന്നും ഇല്ല, സ്വാമിയാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ ഇത് ഞാനാ തീരുമാനിക്കുന്നത്. പക്ഷേ മാത്രമല്ല അവിടെ മറ്റവനുണ്ടായിരുന്നു, ആര്യാരുണ്ടോ അവിടെ. അവൻ 6 പേര് അവിടെ സംഘടിപ്പിച്ച് നിർത്തി. അവിടെ നിർത്തിയിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു തുള്ളി രക്തം പുറത്ത് പോയില്ല. എങ്ങനെയുണ്ട്? അത് നമ്മുടെ സങ്കല്പം അത്. പക്ഷെ അത് ചെയ്യാൻ പാടില്ല കേട്ടോ. നമ്മുടെ തപസ്സൊന്നും അതിനെ വീക്കിടെ കളയാൻ പാടില്ല. ഇപ്പം ഇവന് അനുഗ്രഹം കൊടുക്കണമെന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ഒന്ന് അങ്ങനെ. കാരണം നേരത്തെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്,
ഉം. തീരുമാനം എങ്ങനെ? ഇവിടം ശരിയാകട്ടെ, അതിന് വേണ്ടുന്ന പരിപാടികൾ നടക്കട്ടെ. ഈ മാതാജിയും ഈ ശങ്കരാനന്ദനും പറഞ്ഞെങ്കിലും സ്വാമി ഇവിടെ നിന്ന് ശരിയാവുന്നില്ലല്ലോ, വരുന്നവർക്ക് എല്ലാം കൊടുക്കുക ആവശ്യം പോലെ. ഞാൻ പറഞ്ഞു ഞാൻ ആരാ കൊടുക്കാറ്, ഞാൻ വരുമല്ലോ. പിന്നെ മനസ്സുകൊണ്ട് സംഘം രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് ശരിയായി, അവർ രക്ഷപ്പെട്ടു. ഇവിടെ ഞാൻ കിടക്കുക. പിന്നെ ഞാൻ നോക്കുമ്പോൾ സൗന്ദര്യമാണ്. സൗന്ദര്യത്തിന് 2 കപ്പിന് വെള്ളം കൊണ്ട് തന്നെ വെച്ച് സൗന്ദര്യത്തിന് 2 കുറവുണ്ട്. അപ്പൊ എന്റെ മോന്റെ നാളെന്തുവാ? പൂരാടം. ഏ പൂരാടം. പൂരാടം. ആ, പൂരാടം നല്ല ആളാണ് മാതാജി. തലയാട്ടി നല്ലതാണ്. എന്താ പേരെന്താ? എന്താ നാള്? ചോദി. ചോദി. ആ, ചോദിക്കാതെയും കിട്ടുമെന്നാ. ആ, അത് ശരി. എവിടെ നിന്നുണ്ടായതാ ഈ ചോദ്യമൊക്കെ? അറിയാൻ പിന്നെ അറിയാവോ? ആരും പിന്നെ പറഞ്ഞു ചോദ്യാന്ന്? അമ്മ പറഞ്ഞു ചോദ്യാന്ന്. അമ്മയ്ക്ക് എവിടെ നിന്ന് കിട്ടി? അറിയത്തില്ല. ആ, ഇനി അതെങ്ങനെ ഉണ്ടായെന്ന ജ്യോത്സ്യന്മാർക്ക് അറിയാവോ? അവർക്കും അറിയത്തില്ല. ഇതെന്തോ എവിടെ നിന്ന് കിട്ടിയതൊന്നും അറിയത്തില്ല. ഇരുന്ന് കേൾക്കുന്നു. അപ്പോഴേ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട മന്ത്രം ഏതാ? ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രം പറ. ഏതാ അറിയാവോ? ഇത് ചുമന്ന് നടക്കാനേ പഠിച്ചോളൂ. ഏതാ പ്രധാനപ്പെട്ട മന്ത്രം? അത് നേട്ടമാ. അത് അറിയാമെന്ന് പറഞ്ഞാൽ പിന്നെ സ്വാമി പറഞ്ഞോളൂല്ലോ. ഇത് സ്വാമി പഠിപ്പിച്ചെന്ന് പറഞ്ഞ്. എങ്കിലും നക്ഷത്രം ഏതാ? ഉത്തരാടം. വെപ്രാളവാ. എങ്ങനാ ഉത്തരാടം വെപ്രാളം സന്യാസം വിധിച്ചിട്ടുമുണ്ട്. അങ്ങനെയുണ്ട് ഉത്തരാടം. അപ്പോഴേ ഈ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ ഏതാ അറിയാവോ? വിഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട വിഗ്രഹം ഏതാ? പ്രതിഷ്ഠ ഏതാ അറിയാവോ? അറിയത്തില്ല. അറിയാൻ വയ്യ. അറിയാവോ? അത് മഹാവിഷ്ണു ഒന്നുമല്ല. മഹാവിഷ്ണു അതിന്റെ പുറത്താ കിടക്കുന്നത്. അതാണ്. എന്നുവെച്ചാ സർപ്പപ്രതിഷ്ഠയാണ് ഏറ്റവും വിഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വിഗ്രഹ പ്രതിഷ്ഠ എന്ന് പറയുന്നത് സർപ്പപ്രതിഷ്ഠയാണ്. ഇപ്പൊ അത് പഠിക്കായി. അതാ. അപ്പോ പിന്നെ ഞാൻ ഒരിടത്ത് മൗനം ഇരുന്നപ്പോഴേ എനിക്കത് അത്രയും ഗ്രാഹ്യമില്ലായിരുന്നു. ഞാൻ മണ്ടനായിരുന്നു കേട്ടോ. ആ മൗനത്തിന്റെ ഒരു കാര്യം പറയാം. പ്രധാനമായി ആ മൗനത്തിന്റെ കാര്യം വലിയ പ്രാധാന്യം. ആ മൗനത്തിന്റെ കാര്യം വളരെ പ്രാധാന്യമുള്ളതാണ്. അതായത് മാലികന് ഭരണിക ആശ്രമത്തിലായത്. ആദ്യമായിട്ട് എൻ്റെ ഗുരുദാസൻ ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ ചെന്ന് പറഞ്ഞു, സ്വാമി ഞാൻ 10-28 ദിവസം മൗനം ഇരിക്കാൻ തീരുമാനിച്ചു. നീ എന്തോ പറയുന്നു? എന്തോടെ ആഹാരം? നെയ്യും പച്ചവെള്ളവുമാ. എന്ന് പറയും. നെയ്യും പച്ചവെള്ളം കഴിച്ചാൽ എങ്ങനെ ഇരിക്കും? തൂറി കൊലത്തില്ലയോ? പിന്നെ സ്വാമി എന്നെ അനുഗ്രഹിച്ചാൽ മാത്രം മതി, വേറെ ഒന്നുമില്ല. എൻ്റെ അനുഗ്രഹം നിനക്ക് തന്നിരിക്കുക, നേരത്തെ തന്നു കഴിഞ്ഞത്. അഞ്ഞി എന്തോ തരാനാ? സകലം നിനക്ക് തന്നെന്ന് പറയും. അത് ശരിയാ. അപ്പോൾ ചെന്ന് എനിക്ക് ആഹാരം ഉണ്ടാക്കി തരാനൊരു അച്ഛൻ നമ്പൂരി, അമ്മ നായരുശ്രീ, അങ്ങനെയുള്ള ആ നമ്പൂരിയാണ് എനിക്ക് ചാപ്പാട് ഉണ്ടാക്കാൻ വന്നിരിക്കുന്ന ആള്. ചാപ്പാട് എന്തോ ഉണ്ടാക്കേണ്ടതെന്ന് ഒന്നും ഉണ്ടാക്കേണ്ട കാര്യം. വെള്ളവും പച്ചവെള്ളവും കുടിക്കുന്നതാണ് എന്തോ ഉണ്ടാക്കുന്നത്. അയാൾ ആ കൃത്യത്തിൽ ആ വെള്ളം എടുത്ത് വെച്ചാൽ പോരെ. ഗുഹേരാ 10 അടി സ്ക്വയർ ഒരു ഗുഹ, ഒറ്റ കുഴിയാ. മഴ പെയ്താൽ വെള്ളം നിൽക്കും, ഊറ്റിറങ്ങാനകത്ത് ഇറങ്ങും. അപ്പോൾ എന്തായാലും ഒരു സുഗന്ധം ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ചന്ദനത്തിരി 3-4 ചന്ദനത്തിരി എടുത്ത് കുത്തി വെച്ചു. ഇതുപോലെ 2 ഡോറുണ്ട്. പുക എങ്ങോട്ടാ പോകുന്നേ? അതിനകത്ത് നിന്ന് ശ്വാസം മുട്ടലായി. 3 ദിവസം പട്ടിണിയിരുന്ന്. ഭയങ്കര തടിയായിരുന്നു. അതിനകത്തോടെ സൂറിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് ചെയ്തത്. പട്ടിണി കിടന്നിട്ട് വീണ്ടും ആണ് നെയ്യുമായിട്ട് കറിയേക്കുന്നത്. തൂറാനും തുടങ്ങി. അവൻ 2ാമത്തെ ദിവസം അവനവൻ്റെ പോക്കിന് പോയി കേട്ടോ. പിന്നെ അവൻ ഒറ്റയ്ക്കെല്ലാവരും. അപ്പോൾ സന്ധ്യയായപ്പോൾ ദീപാരാധന നടക്കും. ദീപാരാധന. അപ്പോൾ ഇല്ല ശ്വാസം മുട്ട് വന്നപ്പോൾ ഞാൻ
ഈ രണ്ട് കഥകളുണ്ടല്ലോ, അതിൽ ഒന്ന് തുറന്ന് മറ്റേത് ഇച്ചിരി ഒന്ന് മാറ്റിയിട്ടിട്ട് ഇങ്ങനെ ഇരുന്ന് ഇപ്പോൾ വായു കിട്ടി ദീപാരാധന സമയമായില്ലല്ലോ എന്ന് ചിന്തിച്ചു. അപ്പം മണിയിലൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് കിണുങ്ങുക. എന്താ സംഭവം എന്നറിയോ? ചുനക്കര സ്വാമി ഗണപതി ഉപാസകനായിരുന്നു. അതേ നെയ്യാറ്റിൻകരക്കാരനാ. കൊട്ടാരത്തിലെ തിരുവണ്ണുകാരനുമാ. അങ്ങനെയുണ്ട്. അപ്പോൾ കായംകുളം സ്കൂളിലെ കൊട്ടാരത്തിലെ സ്കൂളാണ് കായംകുളം സ്കൂളെന്ന് പറയുന്നത്. അവിടുത്തെ ഡ്രിൽ മാസ്റ്ററായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഈ ഗുഹയിലിരുന്ന് ഗണപതി ഉപാസകനാണ്. ആനയല്ല ഗുഹ അത് തുറന്ന് അവൻ ഇടിച്ചിഞ്ഞ് കയറി. അവൻ്റെ കരുതാൻ മണി കിടപ്പുണ്ടായിരുന്നു, അതല്ല കിരിങ്ങിയത്. എന്താ പറയുക, ഭയന്നില്ല, തലേ കയറി അങ്ങ് പിടിച്ച്, ഇങ്ങനെ അങ്ങ് പിടിച്ച്. എങ്ങോട്ടാ ഞാൻ ചാടിപ്പോകുന്നത്? ഇല്ല, ഇരിക്കുകയല്ലയോ, സ്റ്റെപ്പിൽ ഇരിക്കുകയല്ലയോ ഏണിയാല് പിടിച്ച് ഇങ്ങനെ. ഞാൻ പുറത്ത് വന്ന സ്വാമിയോട് പറഞ്ഞു, ഇടൂ അത് ഗണപതിയാണ്, ഉപാസകനായിരുന്നു അദ്ദേഹം, ഗണപതിയായിരുന്നു ഉപാസിച്ചിരുന്നത് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഗണപതിക്ക് വെക്കുന്നത് എങ്ങനെയാ, അല്ലാണ്ട് വാരി അങ്ങ് ഇട്ട് കൊടുക്കുക. ഗണപതി പൂജ നടന്നാലേ. ഇനിയിപ്പോൾ നാഗപൂജയ്ക്കും അതുപോലെ തന്നെ ചെയ്യുന്നത്. ആരും പൂജക്കാരും ഇല്ല, മതയ്ക്ക് വയ്യാല്ലോ, ഒക്കത്തില്ലല്ലോ. ഞാനെല്ലാം സങ്കല്പിച്ചങ്ങ് ചെയ്യും, അത്ര തന്നെ. അതവിടെ മതി. സങ്കല്പ പൂജയാണ് ഏറ്റവും വലുത്. അതിൽ കവിഞ്ഞ് വേറെ പൂജയൊന്നുമില്ല. അപ്പോൾ ഇനി എന്താ നമ്മൾ പറയാനായിട്ടില്ല, നാളെ ചോദിച്ചാലേ. അപ്പോൾ അപ്പം മന്ത്രങ്ങൾ വെച്ച് ശ്രേഷ്ഠമായ മന്ത്രം ചില മിക്ക ആൾക്കാരും ഗായത്രി എന്ന് പറയും. അതല്ല ഗായത്രി. ഓം ഭർഗോസ്വഹ തത്സൗതരുവരേണ്യം ഭർഗോദേവസ്യ ധീമഹി ധിയോ ന പ്രചോദയാത്. അപ്പോൾ ഓം എന്നുച്ചരിച്ചു അല്ലേ, ഓം എന്നുച്ചരിച്ചു. അപ്പോൾ ഈ ഓം എന്നുള്ളത് 3 അക്ഷര, അകാര ഉകാര മകാര. മനസ്സിലായല്ലോ? അറിയാം, കേട്ടല്ലേ, എന്നെ നിന്ന് കേട്ടല്ലേ, ഗുരു എന്തായാലും പഠിപ്പിച്ച്. അപ്പോൾ അത് വളരെ അറിയാം. അപ്പോഴേ അതിനെ അപ്പോൾ രജഗുണം തമോഗുണം സത്വഗുണം ആയി അകാരത്തിലുമുണ്ട്, രജഗുണം തമോഗുണം സത്വഗുണം ഉകാരത്തിലുമുണ്ട്, മകാരത്തിലുമുണ്ട്. അപ്പോൾ അതിനെ 3നെയും കിടന്ന് ഗുണിച്ചാട്ടെ 3 എത്ര വന്നു? അപ്പോൾ നവഗ്രഹങ്ങളുണ്ട്. ഇപ്പം മനസ്സിലായല്ലോ? ഇപ്പോൾ നവഗ്രഹങ്ങളുണ്ട്. അതിനെ 3 കൊണ്ട് വീണ്ടും ഒന്ന് ഗുണിച്ചാട്ടെ എത്ര കിട്ടി? 27. ഇപ്പം നക്ഷത്രം എങ്ങനെ ഉണ്ടാകുന്ന മനസ്സിലായല്ലോ? ജ്യോതിഷന്മാർക്കൊന്നും അറിയത്തില്ല, അവർക്ക് ഇതിനെപ്പറ്റി യാതൊരു ഗ്രാഹ്യവും അറിയത്തില്ല. ഇതൊക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നതാണ്? ഈ മണ്ടനായ ഇതിന്, ഈ ദാതന് എങ്ങനെ കിട്ടിയെന്നുള്ളത്. അപ്പോൾ ഇത് ഒരുപാട് ജ്യോതിഷന്മാർ ഇത് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒത്തിരി ജ്യോതിഷന്മാർ MA ജ്യോതിഷം പാസ്സായിട്ടുള്ളവർക്ക് അവർക്കും അറിയത്തില്ല. കാരണം ഇത് അവർക്ക് ചിന്തിച്ചിട്ടില്ല. ഇനി തർക്കദൃഷ്ടി, ദീർഘദൃഷ്ടി, ജ്ഞാനദൃഷ്ടി. ഒരു രാജാവിന് 3 മക്കളുണ്ടായിരുന്നു. തർക്കദൃഷ്ടി, ദീർഘദൃഷ്ടി, ജ്ഞാനദൃഷ്ടി. അച്ഛൻ പറഞ്ഞു, മക്കളെ ഞാൻ പ്രായമായി, അതുകൊണ്ട് ഞാൻ വനവാസത്തിന് പോവുക, സന്യസിക്കാൻ പോകാൻ തീരുമാനിച്ചു. അതുകൊണ്ട് മൂത്ത മനെ തർക്കദൃഷ്ടിയെ വിളിച്ച് പറഞ്ഞു, നീ രാജ്യം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു. അച്ഛൻ എന്തിനാ പോകുന്ന വനതയെ? ആ ജ്ഞാനത്തിന് വേണ്ടി, തപസ്സിന് വേണ്ടി പോവുക. ഞാനും അതിന് പോകാൻ തീരുമാനിച്ചു, എനിക്ക് രാജ്യം വേണ്ട എന്ന് പറഞ്ഞു. ഉടനെ തർക്കദൃഷ്ടി. അടുത്ത ദീർഘദൃഷ്ടിയെ വിളിച്ച് അവനും അതുപോലെ തന്നെ പറഞ്ഞു. ജ്ഞാനദൃഷ്ടി അങ്ങനെ തന്നെ പറഞ്ഞു. 3 പേരും ഒരുപോലെ പറഞ്ഞു. അദ്ദേഹത്തിന് പാനൊക്കെ പ്രജകളെയും കളഞ്ഞ് രാജ്യം കളഞ്ഞത് അദ്ദേഹം എങ്ങനെയാ പറഞ്ഞു? അദ്ദേഹം എന്തെന്ന് പറഞ്ഞു? ശാക്തേയക്കാരെ വിളിച്ചു. അതെ, ശാക്തേയം ദേവീഭാവക്കാരെ, അവരെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ ആരെയാ ഭജിക്കേണ്ടത്? ദേവി അല്ലാതെ ഈ ലോകത്ത് വേറെ ഒന്നും, അവന് ദേവിയെ ഭജിച്ചോളാം. അവരെ വിട്ടിട്ട് പിന്നെ അദ്ദേഹം ശൈവഭക്തരെ വിളിച്ചു. ശിവഭക്തരെ വിളിച്ചു പറഞ്ഞു, ഞാൻ ആരെയാ ഭജിക്കേണ്ടത്? ശിവനല്ലാതെ ഈ ലോകത്തൊന്നുമില്ല. അപ്പോൾ ശിവനെ ഭജിച്ചു. അപ്പം പിന്നെ വിഷ്ണുവിനെ ആൾക്കാരെ വിളിച്ചു. അവർ വന്നപ്പോഴോ അവരും അത് തന്നെ പറഞ്ഞു, വിഷ്ണു ഏറ്റവും വലുത്. പലതിന് ഇനി ആരെയാ ഭജിക്കേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ ഇരുന്നപ്പോൾ അച്ഛൻ മകന് തോന്നി, ജ്ഞാനദൃഷ്ടിക്ക് തോന്നി, അച്ഛൻ ദുഃഖിക്കുന്നു. അവൻ തിരിച്ചു വന്നു, കൊട്ടാരത്തിൽ വന്നു. എന്നപ്പോൾ പറഞ്ഞു, മോനെ
ഞാൻ പ്രായമായി, എൻ്റെ സംശയങ്ങൾ തീർന്നിട്ടില്ല, അത് മോൻ പരിഹരിക്കണം. അതിനെന്താ വെച്ചാ മോൻ പോയതിന് ശേഷം ഞാൻ ദേവി ഭക്തരെ വിളിച്ചു. ദേവിയാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞു. വിഷ്ണു ഭക്തരെ വിളിച്ചപ്പോൾ അതാണ് വലുതെന്ന് പറഞ്ഞു. ശിവഭക്തരെ വിളിച്ചപ്പോൾ അതാണ് വലുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആരെയാ ഭജിക്കേണ്ടേ? എല്ലാ മന്ത്രങ്ങളിലും ആദ്യത്തെ അക്ഷരം ഏതാ അച്ഛാ? പ്രണവമാണ്. ആ പ്രണവത്തെ ഭജിച്ചോളാൻ പറഞ്ഞു. ഇടാ പിങ്കള സുഷുമ്നാ നാഡി. ഈ സുഷുമ്നാ നാഡിയിൽ കൂടെ, അതായത് മൈക്രോസ്കോപ്പിൽ കൂടെ പോലും കാണാനൊക്കാത്ത ആ സുഷുമ്നാ നാഡി അത് എവിടെല്ലാം വിശ്രമിച്ചിട്ടാണ് മുകളിലോട്ട് കയറി വരുന്നത്. ഇട പിങ്കള, ഇതിന് രണ്ടിൻ്റെ ഇടയ്ക്കൂടെ മൂലാധാരത്തിൽ നിന്നാണ് വരുന്നത്. ഇവിടെ എല്ലാം ദേവീദേവന്മാരും ഉണ്ട്. അതൊന്നും ഇന്നിപ്പോൾ പറയുന്നില്ല, അതിന് ഇനി അവസരം ഉണ്ടാകട്ടെ അന്ന് പറയാം. ആ ദേവീദേവന്മാരെയൊക്കെ എന്താണ്, അവരെ ഉദ്ദേശിച്ച് ഇനി പുതിയ ഒരു മെഡിറ്റേഷൻ സമ്പ്രദായം വിടുന്നുണ്ട്. അത് പെട്ടെന്ന് എല്ലാം അറിയാൻ കഴിയുന്ന ആ മെഡിറ്റേഷൻ. യോഗ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ യോഗ ക്ലാസ് പഠിപ്പിക്കുന്ന ആളാണ്. യോഗ ഒരുത്തിന് ഇവിടെ വന്ന് പറയും, സ്വാമി ഞാൻ യോഗ പഠിപ്പിക്കുക. എറണാകുളത്ത് പഠിച്ച എന്തോ ഏഴൂരെന്ന് പറയുന്ന സ്ഥലത്ത്. ഇവിടെ അടുത്തുള്ളവനാ, കൈതക്കോടുള്ള ഒരുത്തനാ. അവനിവിടെ അവർ വെടിനെയും കൊണ്ട് ഇവിടെ വന്നപ്പോൾ പറയുന്നതാ യോഗ പഠിപ്പിക്കുന്നത്. എന്തുവാണ് യോഗ എന്ന് വെച്ചാ? ചെറുപ്പക്കാരനാ. അത് യോഗ. അതെന്തുവാടാ യോഗ പറ. അതറിയാൻ വയ്യ. പിന്നെ നീ പഠിപ്പിക്കുന്നിവിടെ സർക്കസ് കാണിപ്പിക്കുന്നു എന്ന് ചോദിച്ചു. പിന്നെ സ്വാമി പറഞ്ഞു, ഇതാ യോഗ എന്ന് പറയാൻ രണ്ട് ഒന്നാകുക. അപ്പോൾ രണ്ടെന്ന് പറയുമ്പം ജീവാത്മാ പരമാത്മാ അതല്ല ചിന്മത്തില. അപ്പോൾ സ്ഥൂല സൂക്ഷ്മം കാരണം 3 ശരീരത്തെ വിട്ടിട്ട് ജീവാത്മാ പരമാത്മാ ഐക്യമാണ്. അത് കാണുക. അപ്പോൾ 2 ഒന്നാകുക. അതാണ് യോഗ. ഇപ്പം മനസ്സിലായേ? യോഗ എന്ന് പറഞ്ഞാൽ 2 ഒന്നാകുക, ജീവാത്മാവും പരമാത്മാവും ഒന്നാകുക. അപ്പോൾ ഒന്നായതിന് എന്ത് പറയും? യോഗം. യോഗം. ഇപ്പൊ പഠിച്ചേ വലിയ ചിലവൊന്നും ഇല്ലായിരുന്നല്ലോ. പഠിച്ചു കഴിഞ്ഞ് കേട്ടോ. അതാണ് യോഗം. സ്ഥൂലം സൂക്ഷ്മം കാരണം. സ്ഥൂല ശരീരം നമ്മുടെ ഈ കാണപ്പെടുന്ന ശരീരം, സൂക്ഷ്മം സ്വപ്നം കാണാനുള്ള ശരീരം, പിന്നെ സ്ഥൂലം സൂക്ഷ്മം കാരണ ശരീരം, അത് ഉറങ്ങാനുള്ള ശരീരം. അപ്പൊ ഈ ഉറക്കമാണോ നമുക്ക് വേണ്ടുന്നേ? സ്വപ്നം കണ്ടാൽ മതിയോ? പോരാ. പിന്നെ ഉറങ്ങിയാൽ മതിയോ? അപ്പൊ ഈശ്വരൻ അതിനപ്പുറത്തായിരിക്കുന്നത്. അതിനെന്താ വേണ്ടുന്നത്? തുര്യം. 4ാമത്തെ ഒരവസ്ഥയുണ്ട്, തുര്യം. ഇനി അതിനപ്പുറത്തൊരവസ്ഥയുണ്ട്. അതെന്ത് പറയാ വാവില അറിയത്തില്ല. 10 വർഷം ഒരു ഗുരുവിനൊപ്പം താമസിക്കുക. 10 വർഷം, 1-2 അല്ല, തമിഴ്നാട്ടിലുവാ. 10 വർഷം താമസിച്ച് അവിടെ സേവ ചെയ്ത ആളാ. പഠിച്ചില്ല. അതെ. അവിടെ കിട്ടിയ ദേഷ്യം അല്ലാതാണ്ട് വരെ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോ സ്ഥൂല സൂക്ഷ്മം കാരണം ശരീരം കളഞ്ഞത് തുര്യം. 4ാമത്തെ അവസ്ഥ തുര്യം. തുര്യാതീതം. ഇപ്പൊ തുര്യാതീതം വരണം. തുര്യത്തിൽ ഇപ്പോൾ അന്നമയകോശം, പ്രാണമയകോശം, മനോമയകോശം, വിജ്ഞാനമയകോശം, ആനന്ദമയകോശം, 5 കോശങ്ങൾ. ഇത് പഞ്ചദശയിലുള്ളതാണ്. ഇത് വിദ്യാരണ്യസ്വാമിയുടെ, ഗുജറാത്തിലെ വിദ്യാരണ്യസ്വാമികളുടെ പഞ്ചദശയിൽ നിന്ന് കൊല്ലംകോട്ട് ഗോപാലൻ നായർ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയതാണ്. 15 അധ്യായമുണ്ട്. അതിന് ഉല്ലാസം എന്നാ പറയുന്നത്. 15 അധ്യായം. ഞാൻ ആ പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ 3 കോപ്പി ചെയ്ത്, 3 അധ്യായം കോപ്പി ചെയ്ത്. അപ്പോൾ അന്നമയകോശം, പ്രാണമയകോശം, വിജ്ഞാനമയകോശം, അന്നമയകോശം, പ്രാണമയകോശം, മനോമയകോശം, വിജ്ഞാനമയകോശം, ആനന്ദമയകോശം, 5 കോശങ്ങൾ. ഈ 5 കോശങ്ങളെ കടന്നിട്ടാണ് നമ്മളിനി പോകുന്നത്. ഇത് കോശങ്ങളാണ്. ഈ കോശങ്ങൾക്കപ്പുറമാണ് നമുക്ക് പോകേണ്ടുന്നത്. ഇപ്പോൾ ഉറക്കം കഴിയണം. അപ്പം ആ ഉറക്കം ഓൺ ചെയ്തോ? അപ്പം ആ ഉറക്കത്തിൽ നമ്മൾ മോചനമാകണം. ഉറക്കം അന്ധകാരമാണ്. ഈ അന്ധകാരത്തിൽ നിന്ന് നമുക്ക് മോചനം കിട്ടണം. അപ്പോൾ ഉറങ്ങാതിരിക്കണം. എങ്ങനെ ഉറങ്ങാതിരിക്കുന്നേ? ഉറങ്ങിയില്ലെങ്കിൽ എന്തെല്ലാം ക്ഷീണം. ഞാൻ ഇന്നലെ 1:30 ഉണർന്നു.
കിടന്നത് 10 മണി കഴിഞ്ഞ്. അത് കഴിഞ്ഞപ്പം 1:30 അപ്പോൾ എത്ര മണിക്ക് ഉറങ്ങാതെ അതിൻ്റെ ഇടയ്ക്ക് 2 പ്രാവശ്യം ഉറങ്ങിപ്പോയി. അപ്പോൾ ഉറങ്ങാൻ ശരിയായേ, പിന്നെ ഉറങ്ങിയില്ല. ഉറങ്ങിയതേ ഇല്ല. കറികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം ഉദ്ദേശിച്ചതാ, ഒന്നും വേണ്ട എന്ന് ശങ്കരൻ പറഞ്ഞ, ഒന്നും വേണ്ട സ്വാമി, ഇത്രയും മതി എന്ന് പറഞ്ഞു. എനിക്ക് ഒത്തിരി അറിയാം കറികളൊക്കെ, ഒരുപാട് കറികൾ ഉണ്ടാക്കാൻ അറിയാം. അതൊക്കെ എവിടെ നിന്ന് കിട്ടിയാന്ന് എനിക്കറിയാൻ വയ്യ. അങ്ങനെയൊന്നുമുണ്ട്. പെട്ടെന്ന് സ്പീഡാണ്, വലിയ സ്പീഡാണ്. അങ്ങനെ ഇതുണ്ട്. ഇതൊക്കെ എല്ലാം ഈശ്വര അനുഗ്രഹമാണ്, ഗുരുക്കന്മാരുടെ അനുഗ്രഹം. ആ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം ശരിയായി. ഇപ്പോൾ ഗുരുവാണ് ഏറ്റവും വലുത്. ഇപ്പോൾ ദേവന്മാർ ശപിച്ചാൽ ആ ശാപത്തെ ഗുരു ഇല്ലാതാക്കും. ഗുരു ശപിച്ചാൽ ഒരു ദേവന്മാർക്കും അതിനെ മാറ്റാൻ സാധ്യമല്ല. അപ്പോൾ ഗുരുശാപം, സുകുമാര കവി എന്ന് പറയുന്ന കവി ഉണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹത്തിന് ഗുരു എന്നും തല്ലിയോ അവനെ, എന്നും അടിയ. ഭാര്യ ഗുരുകുലത്തിൽ താമസിക്കുക, പഠിക്കുക. അപ്പം അമ്മയ്ക്ക് വേണ്ടുന്ന പശുവിനെ പുല്ലറക്കാൻ പോവും, അവിടെ വിറക് കൊണ്ട് കൊടുക്കും, എല്ലാം ചെയ്യും. പക്ഷേ ഇവനെ എന്നും അങ്ങ് തല്ലി. ഇത് സഖി കേട്ട് അവൻ വിചാരിച്ച് ഇവനെ തട്ടിയേക്കാം ഗുരുവിനെ. അങ്ങനെ അവൻ തീരുമാനിച്ചിട്ട് അവൻ മച്ചിൻ്റെ മുകളിൽ ഒരു വലിയ പാറക്കടണം, ഇതേ വന്ന് ആഹാരം കഴിക്കാണ്ടിരിക്കില്ല, പാറ ഉരുട്ടി ഗുരുവിന് തലയ്ക്ക് ഇടണമെന്നുള്ള രീതിയിലിരുന്നു. അങ്ങനെ കൊല്ലാൻ തീരുമാനിച്ചു. അപ്പോഴാണ് ഈ അമ്മ ചോദിച്ചിരുന്നത്, അമ്മ എന്തിനാ അവനെ ഇത്രയും തല്ലുന്നത്? അത് ഭാര്യ, നിനക്കറിയില്ല, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് സുകുമാരൻ. അവൻ കുറേ കൂടെ ഉയർന്ന നിലയിൽ വരാനാണ് ഞാൻ അവനെ തല്ലുന്നത്. എൻ്റെ ശിഷ്യന്മാരിൽ വെച്ച് ശ്രേഷ്ഠനാണ് അവൻ, അവന് അഹംഭാവം ഉണ്ടാകാൻ പാടില്ല എന്നാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഇവന് പശ്ചാത്താപമായി വന്ന് ചോദിച്ചു, എങ്ങനെ ഗുരു, ശിഷ്യൻ ഗുരുവിനെ കൊല്ലാൻ തീരുമാനിച്ചാൽ ആ ശിഷ്യന് എന്ത് ശിക്ഷയാണ് വേണ്ടുന്നത്, കൊടുക്കുന്നത്? അങ്ങനൊരു ഗുരുവിനെ വേണ്ട ഉപദേശങ്ങൾ കൊടുത്ത് അവനെ ജ്ഞാനമാർഗത്തിലേക്ക് നയിച്ച ഗുരുവിനെ കൊല്ലാൻ തുനിഞ്ഞാൽ അവൻ്റെ ഒപ്പത്തിനുള്ള ഒരു കുഴി എടുക്കണം. ആ കുഴിക്കകത്ത് നിന്നും കൊണ്ട് ഭൂമി നിറയ്ക്കണം. എന്നിട്ട് അടിക്കുന്ന തീ കത്തിക്കണം. ആ ഭൂമി നീറി തീരണം. അതാണ് ശിക്ഷ എന്ന് പറഞ്ഞു. അവൻ അതുപോലെ ചെയ്തു. നാരായ എടുത്തു വെച്ചു, കൈ രണ്ടും മാത്രം പുറത്തു. അങ്ങനെ സുകുമാര കാവ്യം. ഇപ്പം സംസ്കൃതത്തിൽ നമുക്ക് മറ്റു ഭാഷകൾക്കെല്ലാം ബഹുവചനവും ഏകവചനവും ഉള്ളത്. സംസ്കൃതത്തിൽ ദ്വിവചനമുണ്ട്. രാമ രാമോ രാമ, ഹേ രാമ രാമോ രാമ. പഠിച്ചിട്ടുണ്ടോ സംസ്കൃതം? അപ്പോൾ പിന്നെ പറഞ്ഞു പറയാൻ. അപ്പോൾ ഇത് ദ്വിവചനം, ഏകവചനം, ദ്വിവചനം, ബഹുവചനം, ഇങ്ങനൊന്നുണ്ട്. അത് അപ്പം സംസ്കൃതം കുറേ പഠിച്ചാൽ, വേദങ്ങൾ പഠിക്കണമെങ്കിൽ സംസ്കൃതം വേണം. അപ്പോൾ കുറച്ച് പഠിക്കണം അത് നമുക്ക്. ഇപ്പം ഇവിടെ ഞാൻ 6 ശാസ്ത്രങ്ങളുടെ പേര് പറഞ്ഞു. ഏത് വീട്ടിൽ കാണും? ഹിന്ദുവിന് മതഗ്രന്ഥം ഏതെന്ന് ചോദിച്ചാൽ പറയാൻ ഒരൊറ്റ മനുഷ്യൻ അറിയത്തില്ല. ഏതാ പറ? ഭഗവത്ഗീത. അത് അംഗീകരിച്ച്. ഇനി എന്തുവാ? അറിയാമോ? ഹിന്ദുവാ? എന്തോ വേദങ്ങൾ. അതും കറക്റ്റാ, വേദമാണ് അടിസ്ഥാന ഗ്രന്ഥം. പക്ഷേ ശ്രീ ശങ്കരൻ നമുക്ക് ഹിന്ദുവിന് മതഗ്രന്ഥം പ്രത്യേകം തിരിച്ചിട്ടുണ്ട്. അതേതാ? ശ്രീമദ് ഭഗവത്ഗീത, ബ്രഹ്മസൂത്രം, ഉപനിഷത്തുക്കൾ. ഇതാണ് ഹിന്ദുവിൻ്റെ മതഗ്രന്ഥമായിട്ട് തിരിച്ചു വച്ചിരിക്കുന്നത്. അദ്ദേഹം 4 ആശ്രമങ്ങളും സ്ഥാപിച്ചു. ആശ്രമങ്ങളുടെ പേരറിയാമോ? ഒന്നും അറിയത്തില്ല. ശൃംഗേരി എന്ന് പറയാം.
ഇത് ശൃംഗേരി എന്ന് പറയുമായിരുന്നു. ശൃംഗേരി ശരിയാ, അത് ശരിയാ. ശൃംഗേരി അത് എവിടാ? അത് ശൃംഗേരി അറിയാം, അത് എവിടെ അറിയാൻ വയ്യ. അതുപോലെ ശൃംഗേരി മഠം കർണാടകത്തിലാണ്, തെക്കാണത് ശൃംഗേരി മഠം. അവിടുത്തെ ആചാര്യൻ സുരേശ്വരാചാര്യരാണ്. അവിടുത്തെ നാമങ്ങൾ 10 നാമങ്ങളാണുള്ളത്. അവിടെ പുരി, സരസ്വതി, ഭാരതി. അവിടുത്തെ വേദങ്ങൾ ഏതാണ്? അവിടെ ഏത് വേദമാണ് പഠിപ്പിക്കുന്നത്? 4 വേദമുണ്ട്. അവിടെ പഠിപ്പിക്കുന്ന വേദം യജുർവേദം. യജുർവേദത്തിലെ മന്ത്രമാണ് നേരത്തെ ഞാനെല്ലാം ഉച്ചരിച്ചതല്ല. ബ്രാഹ്മണോത്സമുഖാസീതും ഇതല്ല. ഓം സഹസ്ര ശീർഷ പുരുഷ, ഇതെല്ലാം ആ വേദത്തിലെ മന്ത്രങ്ങളാണ്. പുരുഷസുഖ അത് ചിലർക്ക് അത് 18 പുരുഷസുഖം 18 മന്ത്രം പറയുന്നുണ്ട്, ചിലർ അത് 24 പറയുന്നവരുണ്ട്. പക്ഷേ ഇതിനെ എല്ലാം ഖണ്ഡിക്കുന്നതാണ് ദയാനന്ദ സരസ്വതി, ആര്യ സമാജ സ്ഥാപകൻ. അദ്ദേഹം അത് മാത്രമേ അംഗീകരിക്കൂ, വേറെ വേദങ്ങളെ കുറ്റം പറഞ്ഞിട്ടില്ല. ഭഗവത്ഗീതയൊക്കെ മഹാഭാരതത്തെയൊക്കെ ഒരുപാട് അവഹേളിച്ചിട്ടുണ്ട്. ഇവിടെ എൻ്റെ ഇരിപ്പുണ്ട് ആ പുസ്തകം. സത്യർത്ഥ പ്രകാശം എന്ന ആ പുസ്തകം പേര്. പേജ് മറിക്കണമെങ്കിൽ നമ്മൾ വളരെ സൂക്ഷിച്ച്, അല്ലെ പൊടിഞ്ഞിരിക്കുക. അങ്ങനെ ഹരി ഓം. സ്വാമി ദിവാകരാനന്ദ ഭാരതിജിയുമായിട്ടുള്ള സത്സംഗമാണ് നമ്മൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത്. അദ്ദേഹം 2008 ഒരു മൗനവ്രത യജ്ഞം തുടങ്ങുകയുണ്ടായിരുന്നു. 3 വർഷവും 14 ദിവസവും നീണ്ടു നിൽക്കുന്ന ഒരു മൗനവ്രത യജ്ഞം. അദ്ദേഹത്തിൻ്റെ ആ അനുഷ്ഠാനത്തോടനുബന്ധിച്ച് സച്ചിദാനന്ദ ആശ്രമം പുറത്തിറക്കിയ ഒരു നോട്ടീസ് സാധകരിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുകയാണ്. ഗുരുകുല മിത്രമേ, കൊല്ലം ജില്ലയിൽ കുന്നത്തൂർ താലൂക്കിൽ നെടിയവിളയിൽ നിന്നും ഏകദേശം 4.5 കിലോമീറ്റർ തെക്കുമാറി മണലുവിള ജംഗ്ഷനിൽ നിന്നും ഉദ്ദേശം 1 കിലോമീറ്റർ കിഴക്ക് വടക്കായി കല്ലടയാറിൻ്റെ തീരത്തുള്ള പ്രകൃതിരമണീയമായ രാമൻകുഴി എന്ന പ്രസിദ്ധമായ ബ്രാഹ്മണ പൊയ്ക എന്ന പുണ്യഭൂമിയിൽ ഒരു യോഗിവര്യൻ്റെ യോഗബലപ്രഭാവം കൊണ്ട് ശുദ്ധമായി തീർന്ന കരിന്തോട്ടുവായിൽ സ്ഥിതി ചെയ്യുന്ന സ്വപ്രകാശ് ഗുരുകുല യോഗ വിദ്യാപീഠം പീഠാധിപതി സ്വാമി ദിവാകരാനന്ദ ഭാരതി 2008 ഏപ്രിൽ 17 1183 മേടം 4 വ്യാഴാഴ്ച മുതൽ ഗുഹയിൽ തുടങ്ങിയ മൗനവ്രതാനുഷ്ഠാനം 2011 മെയ് 1 1186 മേടം 18 ഞായറാഴ്ച 1107 ദിവസം 3 വർഷവും 14 ദിവസവും പൂർത്തിയാക്കുകയാണ്. ബ്രഹ്മശ്രീ സ്വപ്രകാശാനന്ദ ഭാരതി തിരുവടികളുടെ ശിഷ്യനായ സ്വാമി ദിവാകരാനന്ദ ഭാരതി ഇതിനു മുൻപ് അനേകം തവണ അനവധി സ്ഥലങ്ങളിൽ 30-ാം വയസ്സിൽ ആരംഭിച്ച മൗനവ്രതാനുഷ്ഠാനത്തിൽ വെട്ടവെളി സച്ചിദാനന്ദാശ്രമം ഭരണിക്കാവ് മാവേലിക്കര 16 ദിവസം, കൊല്ലം ശക്തികുളങ്ങര സ്വരൂപാനന്ദ ആശ്രമത്തിൽ 27 ദിവസം, പന്മന ശിവാനന്ദപുരം ക്ഷേത്രത്തിൻ്റെ ഓഫീസ് കെട്ടിടത്തിൽ 27 ദിവസം,
ബ്രഹ്മശ്രീ ചട്ടമ്പിസ്വാമി തിരുവടികളുടെ മഹാസമാധി ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുള്ള മന്ദിരത്തിൽ 16 ദിവസം, വൈക്കം തലയോലപ്പറമ്പ് സ്വവസതിയിൽ 41 ദിവസം, കരിന്തോട്ടുവ സ്വപ്രകാശ് ഗുരുകുല യോഗ വിദ്യാപീഠത്തിൽ 41 ദിവസം, 123 ദിവസം, ഒരു വർഷവും ഉൾപ്പെടുന്നു. ഇതിന് ശേഷമാണ് ഇത്രയും നീണ്ട കാലയളവ് അനുഷ്ഠാനം നടത്തുന്നത്. ഏകാന്ത ധ്യാനവും മഹാമൗനവ്രതവും പ്രപഞ്ചബന്ധത്തിൽ നിന്നും നിവർത്തിച്ച് പ്രാണമനോ നിയന്ത്രണത്തിലൂടെ ജ്ഞാന വൈരാഗ്യങ്ങളിലേക്കും അതിലൂടെ പരിപൂർണ സത്യസാക്ഷാത്കാരത്തിലേക്കും നയിക്കുന്നു. അനേക ജന്മങ്ങളിൽ ആർജിച്ചിട്ടുള്ള സുകൃതങ്ങളുടെയും സംസ്കാര വിശേഷങ്ങളുടെയും ഫലമായി സാധാരണ ജനജീവിതത്തിൽ നിന്നും ആധ്യാത്മിക നഭോമണ്ഡലങ്ങളിലേക്കുയർന്ന സ്വാമിജി തൻ്റെ വിസ്മയകരമായ പ്രഭാമണ്ഡലത്താൽ സാധാരണ ജനങ്ങളെ കൂടി ആനന്ദപദത്തിലേക്ക് ഉയർത്താൻ ശ്രമിക്കുന്നു. മനുഷ്യൻ യഥാർത്ഥ ബോധതലത്തിലെത്തുവാൻ വേണ്ടി പ്രധാനമായും മനുഷ്യത്വം, മുമുക്ഷത്വം, മഹാജന സംശ്രയവുമാണ് ആവശ്യം വേണ്ടത്. ആദ്യത്തെ രണ്ടും പൂർവപുണ്യം കൊണ്ടും സ്വപ്രയത്നം കൊണ്ടും ലഭിച്ചാൽ മഹാജന സംശ്രയമാകട്ടെ സ്വാമിജിയെപ്പോലുള്ള യോഗ്യവര്യന്മാരിൽ നിന്നുമാണ് ലഭിക്കേണ്ടത് എന്ന് ആചാര്യന്മാർ ഉദ്ഘോഷിക്കുന്നു. അങ്ങനെയുള്ള സ്വാമിജിയുടെ തപോനിഷ്ഠയിൽ ഉറച്ചു വിശ്വസിച്ച് ജീവിതം നയിക്കുന്ന ഭക്തജനങ്ങളുടെയും നാടിൻ്റെയും ലോകത്തിൻ്റെയും ഉയർച്ചയ്ക്ക് അനുഷ്ഠിക്കുന്ന ഈ തപശ്ചര്യ ആത്മാന്വേഷികളായവർക്ക് അടുത്തറിയുവാനുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ്. മാറുന്ന ലോകത്തിലും മാറാത്ത മൂല്യങ്ങളുടെ സനാതന സന്ദേശം സ്വജീവിത സാധനയിലൂടെ അനവരതം വിളംബരം ചെയ്യുന്ന സ്വപ്രകാശ് ഗുരുകുല യോഗ്യ വിദ്യാപീഠത്തിൽ 2011 മെയ് 1 ഞായറാഴ്ച രാവിലെ 9:40 മൗനവ്രതം ഭഞ്ജിച്ച് പുറത്തിറങ്ങുന്ന സ്വാമിജിയുടെ ആ ദിവ്യദർശനത്തിന് പാത്രീഭൂതരാകുവാൻ സകല സുമനസ്സുകളെയും സാദരം ഗുരുകുലത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ധന്യാത്മാക്കളുടെ നിർലോഭമായ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ആശ്രമ കമ്മിറ്റിക്ക് വേണ്ടി ഭക്ത്യാദരപൂർവം പ്രസിഡൻറ്റും സെക്രട്ടറിയും. സ്വാമിജിയുമായിട്ടുള്ള സത്സംഗം നമ്മൾ 2 ഭാഗങ്ങളായിട്ടാണ് സംപ്രേഷണം ചെയ്യുന്നത്. ഇത്രയും നേരം സ്വാമിജിയുമായിട്ട് ഈ ഒരു സത്സംഗം കേട്ടതിൽ നിന്നും നമ്മൾ സാധകർക്ക് ആ മഹാത്മാവിൻ്റെ ആ ദൃഢനിശ്ചയം, ഈശ്വരനെ സാക്ഷാത്കരിക്കുക, സത്യത്തെ തിരിച്ചറിയുക എന്നുള്ള ആ ദൃഢനിശ്ചയത്തെക്കുറിച്ച് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. നന്നേ ചെറുപ്പത്തിലേ തുടങ്ങിയ ഈ ഒരു അനുഷ്ഠാനം, അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ഈ അനുഷ്ഠാനം പൂർണ്ണ സമർപ്പണത്തോടുകൂടിയും ധൈര്യത്തോടുകൂടിയും അനുഷ്ഠിച്ചത് ഒന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഈ ഒരു ഇപ്പോൾ നിലനിൽക്കുന്ന, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമായത് എന്ന് നമുക്ക് ഈ ഒരു സത്സംഗത്തിൽ നിന്ന് ബോധ്യപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ ദീർഘകാലത്തെ മൗന സാധനയിലൂടെയുള്ള ഈ ഒരു ജീവിതത്തെ, അദ്ദേഹത്തിൻ്റെ ആ സ്വാമിജിയുടെ അവസ്ഥയെ സാധകരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പുണ്യകർമ്മമാണ് മീറ്റ് മീ മെഡിറ്റേഷൻ ചാനൽ ചെയ്തത്. എല്ലാ സാധകർക്കും ഒരു മാതൃകയായിക്കൊണ്ട് സ്വാമിജി
ഒട്ടേറെ അറിവുകൾ ഇനിയും നമ്മളിലേക്ക് എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വാമിജിയുമായിട്ടുള്ള സത്സംഗത്തിനുള്ള അവസരം ഇനിയും ലഭിക്കും എന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടി ഈ ഒരു സത്സംഗം നമ്മളിവിടെ താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കുകയാണ്. സ്വാമിജിയുടെ പാദങ്ങളിൽ കോടി കോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഹരി ഓം.